Hope my audio is clear to all of you. കെ എസിന്റെ മെയിൻസ് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കണമെന്നുള്ള ഒരു സെഷനാണെന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതില് ഒരുപാട് ആസ്പിരൻസ് ഒരു മീൻസ് അവരുടെ പ്രിപ്പറേഷൻ ഇൻഎഫക്റ്റീവായിട്ട്, അതായത് ഞാനിപ്പോൾ കഴിഞ്ഞൊരു വീക്കായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് വൈറ്റൽ ഇൻഫർമേഷൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും റിഗാർഡിങ് പ്രിപ്പറേഷൻ. അപ്പം അതിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ വാട്ട് വിൽ ഡു is that okay, ഒരു ഫസ്റ്റ് 45-50 minutes I will discuss regarding what you need to do in next 90 days. നിങ്ങൾ എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു 90-ലധികം ദിവസമുണ്ട്, പക്ഷെ ഒരു 90 ദിവസം നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 മാർക്കിൽ, അതായത് ഔട്ട് ഓഫ് 300 150+ മാർക്സ് ഷുവർ ആയിട്ടും ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പൊ അതില് നിങ്ങളിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോമിസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന സമയം നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കണം. ഓക്കെ, എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, എല്ലാം രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ തീർന്നതിന് ശേഷം ഞാനിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയർ ആവും. ഇനി അത് തീർന്നില്ല എന്ന് തന്നെ ഞാൻ എൻ്റെ നമ്പർ ഷെയർ ചെയ്യാം. സോ അതിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അത് വിൽ ഫോളോ ഇറ്റ് അപ്പ് റിഗാർഡിങ് ദാറ്റ്. ഓക്കെ, ഇനി കെ എസ് മെയിൻസിന്റെ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ആ എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ഏത് UPSC ആയിക്കോട്ടെ, കെ എസ് പോലത്തുള്ള ഒരു സ്റ്റേറ്റിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സാം ആയിക്കോട്ടെ, ആ എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നിങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാണെന്ത്, സിലബസ് നിങ്ങൾ തറവായിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. സിലബസ് തറവായിട്ട് അനലൈസ് ചെയ്യാണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യരുത്. അത് നമ്പർ 1 സ്റ്റെപ്പ്. യു ഷുഡ് ബി വെരി തറോ വിത്ത് ദി സിലബസ്. അപ്പോൾ ഇവിടെ നമുക്ക് കെ എസിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിൽ കുറച്ച് ഇമേജ് കുറച്ച് ബ്ലേർഡ് ആണ്, എന്നാലും ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അത് ജസ്റ്റ് 3 പേപ്പറാണ്, മെയിൻസിന് 3 പേപ്പറാണുള്ളത്. പ്രിലിംസ് പോലെയല്ല, മെയിൻസിന് 3 പേപ്പറാണുള്ളത്. ഓരോ പേപ്പറിനും 100 മാർക്ക് വെച്ചിട്ടാണ്. ഈ ജസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, കെ എസിന് 3 പേപ്പർ ഉണ്ട്. ആ ഒരു ഇൻഫർമേഷൻ പ്ലീസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതില് അപ്പം ഈ 3 പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3ന്റെ ആദ്യം അറിഞ്ഞിരിക്കുന്നത് പേപ്പർ 1-ലെ സബ്ജക്ട്സ് ഏതൊക്കെയാണ്, അതെല്ലാം ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണ്, സിലബസിനെ കുറിച്ചൊരു തറവ് ഇൻഫർമേഷൻ. മീൻസ് എന്താണ് ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് തറവായിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്നിട്ട് ഈ സിലബസും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തമ്മിൽ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സിലബസിൽ നിന്ന് ചോദിച്ചതാണോ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി സിലബസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണോ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ധാരണ, അത് നിങ്ങൾ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഇതെല്ലാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് PPT-യിലൂടെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മള് സിലബസ് കണ്ടു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മേക്കേഴ്സിന്റെ മൈൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ എന്ത് വാട്ട് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേരള PSC KS-ന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടും. ആ പാറ്റേൺ, അപ്പൊ സിലബസും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റിംഗ് പ്രാക്ടീസ്. കാരണം ഇതൊരു സബ്ജക്റ്റീവ് എക്സാം ആണ്, റിട്ടേൺ എക്സാം ആണ്.
ഒബ്ജക്റ്റീവ് അല്ല. അപ്പൊ റിട്ടേൺ എക്സാം ആകുമ്പോൾ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കെ എസിന് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും പിന്നെ 5 മാർക്ക് ക്വസ്റ്റ്യനും. 100 മാർക്കാണ് ഓരോ പേപ്പറിന് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 3 മാർക്കിന്റെയും 5 മാർക്കിന്റെ അപ്പൊ നമുക്ക് അപ്പോ ഏകദേശം പേപ്പർ 1-ലൊക്കെ ആണെങ്കിൽ 26 ക്വസ്റ്റ്യൻസ്, 26 ക്വസ്റ്റ്യൻസ് പേപ്പർ 1-ലും പേപ്പർ 3-ലും 26 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പേപ്പർ 2-ല് 28 ക്വസ്റ്റ്യൻസ്. അത് കോമ്പിനേഷൻ വെച്ചിട്ട് മാറ്റും. അപ്പോ പേപ്പർ 1-ഉം പേപ്പർ 3-ലാണെങ്കിൽ ഏകദേശം 15 15 3 മാർക്ക് ക്വസ്റ്റ്യനും 11 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പേപ്പർ 2-ന്റെ കേസിൽ ആണെങ്കിൽ 20 3 മാർക്ക് ക്വസ്റ്റ്യനും 8 5 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെ എസിന്റെ കഴിഞ്ഞ ലാസ്റ്റ് എക്സാം, അതായത് ഈ ഇപ്പോഴത്തെ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2020-ലെ എക്സാമിനായിരുന്നു. അപ്പൊ 2020-ലെ സിലബസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയതും 2020-ലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതുകൂടാണ്ട് 2021-ല് സ്ട്രീം 3-കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം സ്ട്രീം 3-ക്ക് വേണ്ടിയിട്ടും ഒരു കെ എസിന് വേണ്ടിയിട്ട് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ് കെ എസിന്. ഇത് രണ്ടും അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറയുന്നത്. അതിനെല്ലാത്തിലും സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. എന്താണ്, പേപ്പർ 2-ന് 28 ക്വസ്റ്റ്യനും പേപ്പർ 1-നും പേപ്പർ 3-ക്ക് 26 ക്വസ്റ്റ്യനും. അപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യനേ ഉള്ളൂ. 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂർ കൊണ്ട് 26 അല്ലെങ്കിൽ 28 ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത് അടുത്ത ചലഞ്ചാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് വേണ്ട എന്താണ്, കണ്ടിന്യൂസ് റൈറ്റിംഗ് പ്രാക്ടീസ്. അപ്പൊ നോളജ്, സബ്ജക്ട് നോളജ് മാത്രമല്ല, കണ്ടിന്യൂസ് റൈറ്റിംഗ് പ്രാക്ടീസ് വേണം. 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ 26 ക്വസ്റ്റ്യൻ റെലവെന്റ് പോയിന്റോട് കൂടി നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതിന് പ്രാക്ടീസ്, റൈറ്റ് ആൻഡ് പ്രാക്ടീസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതും ഡെയിലി പ്രാക്ടീസ്, ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യണം, പഠിക്കുക. മറ്റേ കെ എസിന്റെ പാറ്റേൺ ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതേ സിമിലർ ആയിട്ടുള്ള സിലബസ് റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്സ് നിന്ന് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഈ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് മെയിൻസ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു 50 മാർക്കിന് ഇന്റർവ്യൂ ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പൊ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടൊന്നും. ആകെ മെയിൻസിന്റെ സ്ട്രാറ്റജി മാത്രം. മെയിൻസ് എങ്ങനെ നിങ്ങൾക്ക് പാസ്സാകാം, ഈ ഈ പ്രോഗ്രാമിലൂടെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കൃത്യമായ ഒരു ഐഡിയ, മെയിൻസ് പാസ്സാകാനുള്ള ഐഡിയ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ പറഞ്ഞത് കീ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇപ്പൊ നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞ ഇപ്പൊ കൃത്യമായിട്ട് ഇന്ന് മുതൽ ഡേ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് 97 ഡേയ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 90 ഡേയ്സ്, 97 ഡേയ്സിൽ ഒരു 90 ഡേയ്സ് റിസൾട്ട് വരാൻ മേ ബി 1 or 2 വീക്സും കൂടി സമയം എടുക്കുമായിരിക്കും. അപ്പൊ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ഇപ്പൊ ഫൈനൽ കീ വന്നു. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മീൻസ് ഒരു സ്ട്രീം 1 കാറ്റഗറിയിലുള്ളവർ ഒരു സ്ട്രീം 1-ൽ ഏകദേശം ഒരു 85 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രീം 2 ആണെങ്കിൽ ഒരു 65+ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രീം 2 ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പല കുട്ടികളും ഇങ്ങനെ ഇങ്ങനെ 65ഉം 68 ഒക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് സ്ട്രീം 2-കാർ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രീം 1-ൽ പലരും പല ഹൈ കട്ട് ഓഫ് ഒക്കെ പറയും. പക്ഷെ റിസൾട്ട്, റാങ്ക് ലിസ്റ്റ് മറ്റേ റിസൾട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ പാസ്സായിട്ടുണ്ടാവും. അപ്പൊ സമയം കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാര്യം ടൈം ഇസ് ദ കീ. ടൈം മാനേജ്മെന്റ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, അപ്പൊ ഇനി ഒരു 90 ദിവസമെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി എൻ്റെ അടുത്ത റിക്വയർമെന്റ്, ഓക്കെ, നമ്മള് അപ്പം ഞാൻ സിലബസിനെ കുറിച്ച് പറഞ്ഞ, സിലബസ് കാണിച്ചിട്ടില്ല, കാണിച്ചു തരാം. ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സിലബസ് അപ്പൊ ഒരു സീരിയസ് കാൻഡിഡേറ്റ് ആദ്യം സീരിയസ് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, സി ദർ ആർ മെനി ആസ്പിരൻസ്. ഒരു ദിവസം മീൻസ് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആസ്പിരൻസ് ഉണ്ട്, UPSC-ക്ക് ആണെങ്കിലും PSC-ക്ക് ആണെങ്കിലും. ബട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർ എന്തുകൊണ്ടാണ് എക്സാം പാസ്സാത്തതെന്ന് വെച്ചാൽ അവരെ കഴിവില്ലായ്മ കൊണ്ടല്ല, അവരുടെ സ്ട്രാറ്റജി കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അവർ സ്മാർട്ടായിട്ടല്ല അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ പാസ്സാത്ത പല കുട്ടികളോടും ചോദിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു കോമൺ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അവര് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി അനലൈസ് ചെയ്യാണ്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ അതെല്ലാം നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ PYQ-നെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഒരു പ്രോപ്പർ അനാലിസിസ്, എന്താണ് ആ പ്രോപ്പർ അനാലിസിസ് എന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അല്ലാണ്ട് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കലല്ല ഒരു പ്രോപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സിലബസിനെ കുറിച്ച് നല്ല തറോ ക്ലാരിറ്റി വേണം. ആ സിലബസിലുള്ള ഓരോ ടോപ്പിക് എടുത്ത് നോക്കിയാൽ ആ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ
ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ, പിന്നെ ഓരോ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് അറിഞ്ഞിരിക്കണം. എല്ലാ സബ്ജക്റ്റിനും ഒരേ വെയിറ്റേജ് അല്ല. ഇപ്പൊ പൊളിറ്റിന്റെ വെയിറ്റേജ് അല്ല എക്കണോമിന്റെ വെയിറ്റേജ് അല്ല കേരള ഹിസ്റ്ററിക്ക്. അപ്പൊ വെയിറ്റേജ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ വെയിറ്റേജ് നിങ്ങൾ മനസ്സിലാക്കണം. അതനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സബ്ജക്റ്റ് നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കണം. അതും ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഫൈനലി ടോപ്പ് റാങ്ക് മീൻസ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഓരോ സ്ട്രീമിലും കാൻഡിഡേറ്റ്സിന് റാങ്ക് ലിസ്റ്റിൽ വരാം എന്നൊരു ധാരണ കൂടി ഉണ്ടാണ്. അപ്പം പാസ് ആകുന്നതിനെ കുറിച്ചെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ മാർക്ക്, മെയിൻസിന് എത്ര മാർക്ക് അറ്റൈൻ ചെയ്യണം. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം ഞാൻ പാസ്സാക്കി തരാമെന്ന് ഉദ്ദേശിക്കുന്നതിന്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വി വിൽ ഡീൽ ദാറ്റ്. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഇതിന് ശേഷം സെക്കൻഡ് വി വിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്കത് ഇത് സെഷന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതില് മാർക്സ്, അതായത് ഒരു 150 മാർക്സ്, അതായത് ഓരോ സ്ട്രീമിലുള്ളവരും ഒരു മെയിൻസിന് 150 മാർക്സ് ഔട്ട് ഓഫ് 300 150 പ്ലസ് വാങ്ങിക്കണമെന്നാണ് നിങ്ങൾ എല്ലാവരും എയിം ചെയ്യേണ്ടത്. എങ്ങനെ നിങ്ങൾ 150 മാർക്ക് അധികം നമുക്ക് സ്കോർ ചെയ്യാം, അത് എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും ഈ 90 ദിവസം കൊണ്ട്? അങ്ങനെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ക്വാളിഫൈ ആയി, നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടും. ഒരു ഇന്റർവ്യൂ ഡീസെന്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പേരും വരും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ടോപ്പേഴ്സിന്റെ ഒന്ന് ജസ്റ്റ് ഒരു മാർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ കേസിൽ നടന്ന സ്ട്രീം 1 ടോപ്പ് ആദ്യത്തെ 10 റാങ്കുകാരുടെ മെയിൻസിന്റെ മാർക്സും ആണ് ഞാനിപ്പോ ഇവിടെ. അപ്പൊ 138 മേലുള്ള എല്ലാവർക്കും ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. അപ്പൊ കട്ട് ഓഫ് മാർക്ക് 138 പക്ഷെ 150 പ്ലസ് മാർക്കുള്ളവർക്ക് മാത്രമേ നല്ല റാങ്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹയസ്റ്റ് ഫസ്റ്റ് സ്ട്രീം വണ്ണിലെ ടോപ്പ് റാങ്കർ എന്ന് പറയുന്നത് മാലിന്യസിന് 163 മാർക്കാണ് മെയിൻസിന് കിട്ടിയത്. ഇന്റർവ്യൂവിനാണ് 35 മാർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കേണ്ടത് ചുമ്മാ മെയിൻസിന് വേണ്ടി പഠിക്കലല്ല. എനിക്കും അടുത്ത പോലെ ഇതേപോലെ ഓരോ സ്ട്രീമിലും ടോപ്പർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ പഠിക്കേണ്ട രീതി, ഒരു ടോപ്പർ ആകാൻ പഠിക്കേണ്ട സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൺവേ ചെയ്യാൻ പോകുന്നത്. അത് ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കുകയും വേണ്ടത്. അപ്പോൾ ഓരോ സ്ട്രീം എടുത്ത് നോക്കിയപ്പോൾ സ്ട്രീം 2ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീം 2ലെ ടോപ്പറിന്റെ മാർക്ക്, മെയിൻസിന്റെ മാർക്ക് 146, അഖില ചാക്കോന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 146.75 ആണ്. ആ റേഞ്ചിലാണ്. അല്ലെങ്കിൽ പിന്നെയും മെയിൻസിൽ ജയകൃഷ്ണനൊക്കെ 147 ആ റേഞ്ചിലൊക്കെ. എന്തായാലും 150 സ്ട്രീം 2ൽ ആരും സ്ട്രീം 2ലുള്ള ഒരുപാട് കുട്ടികൾ എന്നായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ 150 മാർക്ക് നിങ്ങൾക്ക് മെയിൻസിന് വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഉറപ്പിച്ചു. അപ്പൊ 150 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ മതി. സ്ട്രീം 1 ആണെങ്കിൽ ഒരു 150 പ്ലസ് നിങ്ങൾ എയിം ചെയ്യാം. അപ്പൊ എല്ലാവരും, ഇവൻ സ്ട്രീം 3യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവൻ അവരുടെ കട്ട് ഓഫ് ഭയങ്കര കുറവാണ്, 90 ഒക്കെ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളൊരു 120 പ്ലസ് നിങ്ങൾ വാങ്ങിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് 120 നിങ്ങളും ശ്രമിക്കണം 150 കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങൾക്കും പറ്റും. പക്ഷെ 120 പ്ലസ് കിട്ടിയാൽ നിങ്ങൾ എന്തായി? നിങ്ങളും റാങ്ക് ലിസ്റ്റിലായി സ്ട്രീം 3യിലുള്ളവരെ. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ മാർക്ക് കിട്ടണം. അതായത് ഇപ്പൊ സ്ട്രീം 1ഉം 2യിലുള്ളവർ 150 പ്ലസ് മാർക്കിന് വേണ്ടി എയിം ചെയ്യാം, സ്ട്രീം 3യിലുള്ളവർ 120 പ്ലസ് മാർക്കിന് വേണ്ടിയിട്ട് എയിം ചെയ്യാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ പേര് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ കിട്ടും. അപ്പോൾ ലക്ഷ്യം ആദ്യം ക്ലിയർ ആയിരിക്കണം. വാട്ട് ഇസ് യുവർ ഗോൾ? യുവർ ഗോൾ ഇസ് ടു അറ്റൈൻ ദിസ് മച്ച് ഓഫ് മാർക്ക്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പ്, സീരിയസ് ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, സിലബസും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അപ്പൊ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഒരു കീ ആയ ഒരു ഫാക്ടറാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഷോക്ക് ആകരുത്. ഇനിയുള്ളൊരു 90 ദിവസം, 90 ദിവസം നിങ്ങൾ 12 മണിക്കൂർ നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ലൈക്ക് ഒരു ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എല്ലാ സബ്ജക്റ്റും. ഈ സബ്ജക്ട് ഫാക്ടിഗ്നെസ് ഈ കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം ഒരു 5-6 മണിക്കൂർ പൊളിറ്റി ഇരുന്ന് വായിക്കും, 5-6 മണിക്കൂർ ജോഗ്രഫി ഇരുന്ന് വായിക്കും, ഫാറ്റിക് വരും, പിന്നെ വേറെ ഒന്നും പഠിക്കില്ല. അങ്ങനെയല്ല പഠിക്കേണ്ടത്. ബാലൻസ്ഡ് പ്രിപ്പറേഷൻ ആയിരിക്കണം. എന്ന് വെച്ചാല് ഓരോ സബ്ജക്റ്റും ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 6-ലധികം സബ്ജക്ട്സ് പഠിക്കുക, വെയിറ്റേജ് അനുസരിച്ചിട്ട്. ഇപ്പൊ ഞാനാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ എല്ലാ സബ്ജക്റ്റും അത് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തരാം, എങ്ങനെയാണ് അത് പഠിക്കേണ്ടതും. ഓക്കെ, ഇവിടെ
ഞാൻ നിങ്ങൾക്ക് പാസ്സാകാനുള്ള സ്ട്രാറ്റജി പറഞ്ഞു തരുമ്പോൾ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഞാൻ പറയാം ടൈം മാനേജ്മെന്റ്. ഇപ്പോൾ ഒരു ദിവസം 12 മണിക്കൂർ ഓളം അറ്റ്ലീസ്റ്റ് 10+10 മണിക്കൂറെങ്കിലും പഠിക്കാൻ പറ്റണം. പക്ഷെ 12 മണിക്കൂർ പഠിക്കാൻ 90 ദിവസം പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ റിസൾട്ട് ഷുവറായിട്ടും ഗ്യാരണ്ടി ചെയ്യാം. മിനിമം 10 hours പ്ലസ് എങ്കിലും 90 ദിവസം പഠിക്കാണ്ട് നിങ്ങൾ പാസ്സാവുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവര് ഈ സെഷൻ ഇരിക്കണ്ട, അവർക്ക് ഇറങ്ങിപ്പോവാം. കാരണം ഹാർഡ് വർക്ക് നിങ്ങളുടെ സൈഡ് നിങ്ങളുടെ ഹാർഡ് വർക്ക് ഞാൻ സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് വർക്ക് ആക്കി ഞാൻ തരും. എന്റെ സ്ട്രാറ്റജിയിലൂടെ അത് സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് വർക്ക് ആക്കി തന്ന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുത്തും. പക്ഷെ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ പറഞ്ഞൊരു ഒരു മെയിൻ ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 6-8 ആൻസേഴ്സ് ഡെയിലി നിങ്ങൾ എഴുതണം. എല്ലാം പഠിച്ചാൽ മാത്രം പോരാ. ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിച്ച, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പൊളിറ്റിയിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു 2 മണിക്കൂർ പഠിച്ചു. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിന്ന് നിങ്ങൾ ചിലപ്പോ ഒരു റൈറ്റ് ഇക്വാളിറ്റിന്റെയും അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം പോലത്തുള്ള ഇതായിരിക്കും നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂറോട് പഠിച്ചിട്ടുള്ളത്. അത് പഠിച്ചാൽ മാത്രം പോരാ. ആ ഏരിയയിൽ നിന്ന് ഒരു 3 മാർക്കിന്റെയും ഒരു 5 മാർക്കിന്റെ ഒക്കെ ആ പഠിക്കുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഡെയിലി 12 മണിക്കൂർ പഠിക്കുന്ന ഈ പഠനത്തിന്റെ കൂടെ തന്നെ 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം അതിൽ ആൻസർ റൈറ്റിംഗും ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നമ്മൾ സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത്. കാരണം ആൻസർ റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ല 2 പേപ്പറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 2 പേപ്പറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോറി, 2020-ലും 2021-ലും നടന്ന 2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി PPT വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലാസ്റ്റിൽ എൻ്റെ മൊബൈൽ നമ്പർ, നിങ്ങൾ ഡൗട്ടും എല്ലാം എൻ്റെ പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്യാം. യു ക്യാൻ ആസ്ക് മീ ഇൻഡിവിജ്വലി, മീൻസ് ഡയറക്റ്റ്ലി ഞാൻ ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരാം. അല്ലാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ നിങ്ങളുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ, ഞാൻ നിങ്ങൾക്ക് ഓരോ സ്ലോട്ട് തരാം, ടൈം സ്ലോട്ട് ഇൻഡിവിജ്വലി വീഡിയോ കോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഒക്കെ ചെയ്തു തരാം. ഓക്കെ, ഇത് ഈ 2020-ലും നടന്ന 2020-ലും, അതായത് നമ്മളിപ്പോ 52 ഇത് ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. 52/20, 53/20, 54/20 ഇതാണ് 2020-ൽ നടന്ന KS-ന്റെ ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. 21-ല് സ്ട്രീം 3-കാർക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാർ കോഡ് മീൻസ് കോഡ് എന്ന് വെച്ചാൽ 22/21, 23/21, 24/21. ഇതില്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ അനാലിസിസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പൊ പേപ്പർ വണ്ണില് സിലബസ്, ഡീറ്റെയിൽ സിലബസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പേപ്പർ വണ്ണില് ഉള്ള സബ്ജക്ട്സ് കംപ്ലീറ്റ് ഹിസ്റ്ററി. പേപ്പർ വണ്ണിൽ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. ഏൻഷ്യന്റ് ഹിസ്റ്ററി, മിഡിവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, പിന്നെ കേരള കൾച്ചർ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കേരള കൾച്ചറിനാണ്. അപ്പോ പക്ഷെ ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ ഇതില് ഈ 5 സബ്ജക്റ്റില് ഏറ്റവും കൂടുതൽ മാർക്ക്, കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് വേൾഡ് ഹിസ്റ്ററിയിലാണ്. ഇതൊക്കെ എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടു അതിന്റെ ഡെപ്തും കണ്ടുകൊണ്ടാണ് നമുക്ക് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഇതിൽ പെട്ടെന്ന് ഈ 20 മാർക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 2 പേപ്പറിൽ 20 മാർക്കിന് 5 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഈ വേൾഡ് ഹിസ്റ്ററിന്റെ സിലബസ് വളരെ വളരെ ചെറുതാണ്. ഈ 5 ഹിസ്റ്ററി, അതായത് ഏൻഷ്യന്റിനെയും മിഡീവലിനെയും മോഡേണിനെയും കേരള ഹിസ്റ്ററിനെയും കേരള കൾച്ചറിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ സിലബസ് ആണ് വേൾഡ് ഹിസ്റ്ററിയിൽ. പക്ഷെ 20 മാർക്ക് ഉണ്ട്. അപ്പോ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വേൾഡ് ഹിസ്റ്ററി. മീൻസ് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ, വേൾഡ് ഹിസ്റ്ററി ചെറുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ KS-ന്റെ സിലബസിൽ ഫോർ എക്സാമ്പിൾ അമേരിക്കൻ റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ട്. അമേരിക്കൻ റവല്യൂഷനോ ഫ്രഞ്ച് റവല്യൂഷനോ ഒന്നും സിലബസിൽ പറയുന്നില്ല നമ്മുടെ KS-ന്റെ സിലബസിൽ. അപ്പൊ ഞാൻ നോക്കി ക്വസ്റ്റ്യൻ പേപ്പറും സിലബസിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റേജ്, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും ഒരു ഓൾമോസ്റ്റ് 20 മാർക്കിന്റെ വെയിറ്റേജ്, 20 ഇതിൽ കൾച്ചറിനെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഒരു വെയിറ്റേജ്. ഈ എന്തിനാ 15-20 നോക്കിക്കഴിഞ്ഞാൽ ഈ 15-20 എന്ന് വെച്ചാൽ ഇപ്പോൾ ഏൻഷ്യൻ ആൻഡ് മിഡീവലിന്റെ 2020-ൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 മാർക്കാണ് വന്നത്. മറിച്ച് 21-ലെ പേപ്പറിൽ 20 മാർക്ക് വന്നു. അതാണ് 2 മാർക്ക് കാണിക്കുന്നത്. മോഡേണിന് 2 പേപ്പറിൽ 20 മാർക്കായിരുന്നു. കേരള ഹിസ്റ്ററിക്ക് 20-ൽ നടന്നതിന് 20-യും പിന്നെ 21-ൽ നടന്നതിന് 17 മാർക്കാണ്. അപ്പൊ ഞാനൊരു
മീൻസ് റേഞ്ച് ഓഫ് മാർക്സ് ആണ് കാണിച്ചിട്ടുള്ളത്. വേൾഡ് ഹിസ്റ്ററിയിൽ 2-20 മാർക്കായിരുന്നു. കേരള കൾച്ചറിൽ 2020 21 നടന്നത് 23 മാർക്കാണ്. അങ്ങനെയാണ് ആ മാർക്കിന്റെ റേഞ്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി സോറി, ഇനി നോക്കി സിലബസ്. ഇതാണ് നിങ്ങളുടെ സിലബസ്. ഓക്കെ, സിലബസ് നോക്കി. ഏൻഷ്യൻ ആൻഡ് മിഡീവൽ പീരീഡിലെ സിലബസ് എന്ന് പറയുന്നത് അവർ പറയുന്ന നോക്കി, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ടോപ്പിക്കാണ് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. സേലിയന്റ് ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ് മാർക്സ് ഓഫ് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യ. പിന്നെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ഏൻഷ്യന്റ് പീരീഡ് ആൻഡ് മിഡീവൽ പീരീഡ്. ഇതൊരു വലിയൊരു വാസ്റ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇത്രയും വാസ്റ്റ് ടോപ്പിക്കിന് എത്ര ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം ആ ഒരു പ്രോസസ്. പിന്നെ മേജർ ഡൈനാസ്റ്റീസ്, ദർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, സോഷ്യോ റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് പ്രൊമിനന്റ് മൂവ്മെന്റ്സ്. ഇതാണ് KS-ന്റെ നിങ്ങളുടെ ഏൻഷ്യൻ ആൻഡ് മിഡീവൽ പീരീഡിന്റെ സിലബസ്. ഈ സിലബസിൽ നിന്നിട്ട് 2020 നിന്ന് ചോദിച്ച 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നും ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആൻസർ റൈറ്റിംഗിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഏൻഷ്യൻ മിഡീവൽ പീരീഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഏൻഷ്യൻ മിഡീവൽ പീരീഡിൽ നിന്ന് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ നമ്പേഴ്സ് വരെ 17, 18, 19 എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ആ നമ്പർ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ 21 നടന്നത് 20 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സംഘം ലിറ്ററേച്ചർ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ദ്രാവിഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നളന്ദ ആൻഡ് തക്ഷശില. അപ്പൊ 2020 നടന്നതിലെല്ലാം പ്യുവർലി ആർട്ട് കൾച്ചർ, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. മറിച്ച് 21 ആയപ്പോഴത്തേക്കും ഇവൻ അക്ബറിനൊക്കെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇനി എല്ലാ മേജർ ഡൈനാസ്റ്റീസും പഠിച്ച് സമയം കളയലല്ല ചെയ്യേണ്ട. ആകെ ഒരു ക്വസ്റ്റ്യനെ വന്നിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്താണ് പഠിക്കേണ്ടത്, ആദ്യം പഠിക്കേണ്ടത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാവണം. ഇതാണ് നിങ്ങളുടെ മെന്റർഷിപ്പ് കൊണ്ട്. അപ്പൊ ഈ ഇതിന് നിങ്ങൾ ഇതിലാണ് നിങ്ങൾക്ക് മെന്റർഷിപ്പ് ആവശ്യം. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ പോയിന്റ്, സ്റ്റുഡൻസ് മെറ്റീരിയൽ. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ എറയിലാണ്. ഡിജിറ്റൽ എറ എന്ന് വെച്ചാൽ എന്ത് മെറ്റീരിയലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ടെലിഗ്രാം ചാനൽസ്, വെബ്സൈറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, എന്തിന് ഈവൻ ഓപ്പൺ AI വരെ, ChatGPT പോലുള്ള അത്രയും മെറ്റീരിയൽ നമുക്ക്, അത്രയും പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും മെറ്റീരിയൽ ഇടയിൽ എന്ത് മെറ്റീരിയൽ വായിക്കണം എന്നുള്ളത് അനദർ പ്രോബ്ലമാണ് സ്റ്റുഡൻസിന്റെ ഇടയിൽ. അതിനു വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സമയം കളയുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ എല്ലാ ദിവസവും എന്ത് സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത്, അതിന്റെ പഠിക്കേണ്ട സബ്ജക്റ്റ് മാത്രമല്ല മെറ്റീരിയൽ ഉൾപ്പെടെ, മെറ്റീരിയൽ കൂടി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അയച്ചു തരും. മെറ്റീരിയലും ക്വസ്റ്റ്യൻസും കൂടി അയച്ചു തരും. എന്നിട്ട് നിങ്ങൾ അന്നന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തരുന്ന മെറ്റീരിയൽ വായിച്ച് തന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പഠിക്കുക, എഴുതുക, അല്ലാണ്ട് വേറൊരു പണിയും നിങ്ങൾക്കില്ല. നിങ്ങൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു വർക്കും ചെയ്യുന്നില്ല. ഉള്ളി പ്രൊഡക്റ്റീവ് വർക്ക്. യു ആർ സ്റ്റഡിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഓൺലൈനിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. ആൻസർ സബ്മിറ്റ് ചെയ്യുക, ഡെയിലി തന്നെ ഫീഡ്ബാക്ക് കിട്ടുക. പിന്നെ നെക്സ്റ്റ് ഡേയിൽ ഇതേ പ്രോസസ്സ് 75 ഡേയ്സ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 75 ഡേയ്സ് കൊണ്ട് നമ്മൾ എൻറ്റയർ സിലബസ് വിത്ത് പഠിക്കുകയും ആ എല്ലാ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ ആൻസർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് 15 ഡേയ്സ് നമ്മൾ ഫുള്ളി റിവിഷൻ ആണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങളെ കൊണ്ട് തന്നെ നോട്ട്സ് ഉണ്ടാക്കിപ്പിക്കും. നിങ്ങളുടെ നോട്ട്സ് ആണ് നിങ്ങൾ ലാസ്റ്റ് 15 ഡേയ്സിൽ റിവൈസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇതിൻ്റെ ഇടയിൽ ഓരോ സബ്ജക്റ്റും തീരുന്നതനുസരിച്ചിട്ട് സെക്ഷൻ വൈസ്, ഇപ്പോൾ കേരള ഹിസ്റ്ററി തീർന്നു കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിന്റെ മാത്രം സെക്ഷൻ വൈസ് ടെസ്റ്റ് ഉണ്ടാവും. മോഡേൺ ഹിസ്റ്ററി തീർന്ന മോഡേൺ ഹിസ്റ്ററിന്റെ മാത്രം സെക്ഷൻ ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പേപ്പർ 1 തീർന്നു കഴിഞ്ഞാൽ പേപ്പർ 1ന്റെ 2 ഫുൾ ടെസ്റ്റ് ഉണ്ടാവും, പേപ്പർ 2ന്റെ 2 ഫുൾ ടെസ്റ്റ് ഉണ്ടാവും, പേപ്പർ 3ന്റെ 2 ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾ വീണ്ടും നിങ്ങൾ ടെസ്റ്റ് വേണമെന്ന് ചോദിച്ചാൽ അതിന് ഞങ്ങൾ തരാൻ, നിങ്ങൾ റെഡി ആണെങ്കിൽ ഞങ്ങൾ എത്ര ടെസ്റ്റ് വേണമെങ്കിലും നടത്താൻ തയ്യാറാണ്. അത് നിങ്ങൾക്ക് ട്രിവാൻഡ്രം സെന്ററിൽ വന്ന് എഴുതാം. അത് നിങ്ങൾ വന്ന് തന്നെ എഴുതണമെന്നാണ്. എത്ര ദൂരത്താണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫുൾ ടെസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് സെന്ററിൽ വന്ന് തന്നെ നിങ്ങൾ എഴുതുക. അതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇത് ഓൺലൈൻ അല്ലല്ലോ നിങ്ങളുടെ ടെസ്റ്റ്. നിങ്ങൾ എന്തായാലും ഏതൊരു സെന്ററിൽ പോയിട്ട് തന്നെയല്ലേ എഴുതേണ്ടത്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പം ആ ഒരു തിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടന്റിനെ കുറിച്ചോ മെറ്റീരിയലിനെ കുറിച്ചിട്ടോ ബോധർ ചെയ്യേണ്ട. ക്വസ്റ്റിനെ കുറിച്ച്, എന്ത് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. ഫീഡ്ബാക്കിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. വി വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. ഓക്കെ,
ആൻഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും 1 hour ഫ്രീ മെന്റർഷിപ്പ്. നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നായിട്ട് നിങ്ങൾക്ക് ഫ്രീ, ഈവൻ നിങ്ങൾക്ക് ഈ പസി ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. മീൻസ് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾ ആരും ഉടനെ അഡ്മിഷൻ എടുക്കണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് 1-2 ദിവസം ഈ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യാം. ഈവൻ ഇൻഡിവിജ്വൽ 1 മണിക്കൂർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ മെന്റർഷിപ്പ് തരുന്നതായിരിക്കും. 2-3 ദിവസം നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം വന്നാൽ മാത്രമേ ജോയിൻ ചെയ്താൽ മതി. സോ ഇറ്റ്സ് ഓൺ ബേസ്ഡ് ഓൺ യുവർ കോൺഫിഡൻസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മൈ ടീം, എസ്പെഷ്യലി മീ. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഏൻഷ്യന്റ് കാണിച്ചു. അതേപോലെ തന്നെ ഇനി അടുത്ത ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോഡേൺ. ഇപ്പൊ മോഡേൺ ഈ പീരീഡ്, അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയുടെ സിലബസ്, മോഡേൺ ഇന്ത്യയുടെ സിലബസ് എന്ന് പറയുന്നത്, എന്താ പറയുന്നത്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അവിടെ ഫ്രം ദി 18th century ടു ദ പ്രസന്റ്, സിഗ്നിഫിക്കന്റ് ഇവന്റ്സ്, പേഴ്സണാലിറ്റീസ്, ഇഷ്യൂസ്, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ഇൻ ദി 19th and 20th century, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ലാസ്റ്റ് പോയിന്റ്, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബേഴ്സ്. ഇതെല്ലാമാണ് സിലബസിൽ പറയുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പോൾ മോഡേൺ, ഞാൻ പറഞ്ഞു മോഡേൺ ഹിസ്റ്ററിയിൽ 20 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. 5 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും. നോക്കി, ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബ്രിട്ടനും ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് കണക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യൻ റിനൈസൻസും ഇന്ത്യൻ വുമൻ ആയിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കൊളോണിയലിസം എങ്ങനെ പെസൻട്രിയും ആഗ്രൈൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ എഫക്ട് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് നെയ്ബേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അസസ് ദി എത്തിക്സ് ഓഫ് പഞ്ച്ഷീൽ ഇൻ ഇന്ത്യ ചൈന റിലേഷൻ. ഇത് ചുമ്മാ വെറുതെ ചോദിച്ചില്ല, ഇത് സിലബസ് ആണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് നെയ്ബേഴ്സ്, ചൈന ഇന്ത്യയുടെ നെയ്ബർ ആണ്. അപ്പൊ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിപ്പോ കൊണ്ടുവന്ന ഒരു ഫോറിൻ പോളിസിയാണ് എന്ത്, പഞ്ച്ഷീൽ. അപ്പൊ അതിൽ അസസ് ദി എത്തിക്സ് ഓഫ് പഞ്ച്ഷീൽ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇതൊന്നും ചുമ്മാ ചോദിച്ചല്ല. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യ വാസ് ദി മിറാക്കുലസ് അച്ചീവ്മെന്റ് ഓഫ് 2 റിമാർക്കബിൾ മെൻ. ഇതെല്ലാം എന്താണ്, സിലബസ് ആണ്. സിലബസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി വേൾഡ് ഹിസ്റ്ററി കഴിഞ്ഞാൽ മോഡേൺ ഹിസ്റ്ററി നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് ഏരിയാസ് ഒക്കെ. പിന്നെ പൊളിറ്റിക്കൽ ഫ്രീഡം, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, പൊളിറ്റിക്കൽ ഫ്രീഡവും എക്കണോമിക് എമാൻസിപ്പേഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 21 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലോർഡ് കോൺവാലിസ്, വില്യം ബെന്റിക്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, റയത്വാരിയും പെർമനന്റ് സെറ്റിൽമെന്റ് തമ്മിലുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻ, വില്യം ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ, ഇതിന്റെ ക്വസ്റ്റ്യൻ വേണവർക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ക്വസ്റ്റ്യൻ മീൻസ് സോർട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ മെസ്സേജ് ചെയ്ത് ഐ വിൽ ഷെയർ യു ദി PPT. സോ അപ്പൊ അത് നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. കാരണം സിലബസ് ആൻഡ് സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഓക്കെ, ഇതനുസരിച്ച്. അപ്പൊ ഇതേ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ ആൻസർ റൈറ്റിംഗിന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ചുമ്മാ തോന്നിയ ക്വസ്റ്റ്യൻ എടുത്തിട്ട് പ്രാക്ടീസ് അല്ല ചെയ്യേണ്ടത്. അപ്പൊ സിലബസ് പഠിക്കുന്നതും സിലബസിന്റെ ഏരിയ തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്ന, സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്ന ഏരിയയിൽ നിന്ന് തന്നെ വേണം നിങ്ങൾ പഠിക്കേണ്ടത്. സിലബസിൽ പറയാത്ത കാര്യത്തിലോട്ടും തൽക്കാലം എന്ത് ചെയ്യേണ്ട, ആദ്യം സിലബസിലുള്ളത് പഠിക്കൂ. അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ മാത്രം സിലബസിൽ പറയാത്ത ഏരിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ എന്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 150 മാർക്ക് പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. സിംപ്ലി ഫോക്കസ് ഓൺ ദി സിലബസ്. സിലബസിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഡെപ്തിൽ ആദ്യം ആ സിലബസിൽ പറയുന്ന ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ മാക്സിമം എവിടെ നിന്നൊക്കെ UPSC എന്നും എല്ലാത്തിലുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ഇതെല്ലാത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാം 3 മാർക്ക് 5 മാർക്ക് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. അല്ലാണ്ട് ഇതേപോലത്തെ മോഡൽ ആയിട്ടുള്ള ഇനി വരാൻ സാധ്യതയുള്ള സിലബസിൽ മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി കേരള ഹിസ്റ്ററി. കേരള കൾച്ചറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരള ഹിസ്റ്ററി കുറച്ചും കൂടി എളുപ്പമാണ്. മീൻസ് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറെ ഏരിയാസ് ഉണ്ട് സിലബസിൽ നിന്ന് തന്നെ. ഓക്കെ, ഇതാണ് സിലബസിൽ പറയുന്നത് കേരള ഹിസ്റ്ററിയിൽ. ഓക്കെ, പ്രീ ഇൻഡിപെൻഡൻസ്, സോഷ്യോ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫ്രം 18th centuryയിലുള്ള കേരള ഹിസ്റ്ററിയാണ് നമുക്ക് പഠിക്കുന്നത്. പ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ കേരള പൊളിറ്റിക്കൽ പാർട്ടീസ്, മൂവ്മെന്റ്സ്, ഗവൺമെന്റ്സ്, ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ്. ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് അതായത്
കേരളത്തിന്റെ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ്റെ ഒക്കെ സിലബസ് കേരള ഹിസ്റ്ററിയിൽ തന്നെയാണ് വരുന്നത്, പൊളിറ്റിയിലല്ല. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ തന്നെ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് വരുന്നുണ്ട്, ആൻഡ് കേരള ഗവൺമെന്റിന്റെ പോളിസീസും, എസ്പെഷ്യലി മേജർ പോളിസീസും. അപ്പൊ നമുക്ക് സിലബസ് നോക്കിയാൽ, ക്വസ്റ്റ്യൻസ് നോക്കും, ഈ സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. മൈസൂർ റൂളേഴ്സ് എങ്ങനെയാണ്, പ്രത്യേകിച്ച് മൈസൂരിലെ ടിപ്പു സുൽത്താൻ അല്ലെങ്കിൽ ഫാദർ ഹൈദർ അലിയുടെ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മലബാറിന്റെ സൊസൈറ്റിയെ ട്രാൻസ്ഫർ ചെയ്തത്. പിന്നെ പയസി റിവോൾട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പൊഴിക്കായൽ അപ്പച്ചനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മിഷണറി ആക്ടിവിസത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഐക്യ കേരള മൂവ്മെന്റ്, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, അതായത് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് എന്നുള്ള സിലബസിൽ നിന്നുള്ളതാണ്. ഓക്കെ, നോക്കി കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ഇത് കേരള എക്കണോമിയാണ്, പക്ഷെ ഇത് ഈ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ ആൻഡ് കേരള ഗവൺമെന്റ് പോളിസീസിലും വരുന്ന ടോപ്പിക്കാണ് ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് പേപ്പർ 1-ലും പേപ്പർ 2-ലും ഈവൻ പേപ്പർ 3-ലും റിലേറ്റഡ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പൊ ഇതാണ് കേരള ഹിസ്റ്ററിയിലെ സിലബസും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഇത് 20-ല് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇത് 21-ല് കേരള ഹിസ്റ്ററി എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺഗ്രസ് സോഷ്യൽ പാർട്ടി, അത് പൊളിറ്റിക്കൽ പാർട്ടി സിലബസിലുണ്ട്. ശ്രീമൂലം പ്രജാസഭ, മലബാർ ടെനൻസി ആക്ട്, വെറുതെ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ സിലബസ് ആണ്. അതിൽ നിന്നാണ് ഈ മലബാർ ടെനൻസി ആക്ട് ഓഫ് 1929. അപ്പൊ മേജർ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് എല്ലാം നമ്മൾ പഠിക്കും. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി, ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരളയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ട്രാവൻകൂറിനെ മലബാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ റിഫോംസ്, അപ്പൊ അങ്ങനെ കമ്പാരിസൺ വെച്ചിട്ട് സോഷ്യൽ റിഫോംസും കാസ്റ്റ് റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കേരള ഹിസ്റ്ററിയിൽ നിന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഇതുവരെ. അപ്പൊ ഇതേ പാറ്റേണിലായിരിക്കും. അപ്പൊ ഏത് ഏരിയ ആണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട്, ഏത് മെറ്റീരിയലാണ് നിങ്ങൾ, ഇപ്പൊ ഇതൊക്കെ കേരള ഹിസ്റ്ററിക്കൊക്കെയാണ് കുട്ടികൾ മെറ്റീരിയൽ വേണ്ടിയിട്ട് ശരിക്കും കഷ്ടപ്പെടുന്നത്. അപ്പൊ അതൊന്നും ഞങ്ങളുടെ റിസർച്ച് ടീം തന്നെ നല്ലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ മെറ്റീരിയൽ മാത്രം എന്ത് ചെയ്താൽ മതി, റിലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് അത് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ദെൻ കം ടു വേൾഡ് ഹിസ്റ്ററി. ഇതാണ് ഞാൻ പറഞ്ഞ വേൾഡ് ഹിസ്റ്ററിന്റെ സിലബസ്. ഇത്രയും പഠിച്ചാൽ മതി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേറെ റവല്യൂഷനും ഇല്ല. വേൾഡ് വാർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ് വേൾഡ് വാർസ്. അതായത് വേൾഡ് വാർ 1-ഉം 2-ഉം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റീഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ്, colonization and decolonization, globalization, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, their forms and effects in society. ഞാൻ പറഞ്ഞില്ലേ, സിലബസിന്റെ ഓരോ ടോപ്പിക്കും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസത്തിന്റെ മേജർ ഫോംസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് സൊസൈറ്റി എഫക്ട് ചെയ്തത്, എന്താണ് ക്യാപിറ്റലിസം, എന്താണ് സോഷ്യലിസം, എന്താണ് ഗ്ലോബലൈസേഷൻ, എന്താണ് കൊളോണൈസേഷൻ, എന്താണ് ഡീകോളൈസേഷൻ. ഇങ്ങനെ അറിയാണ്ട്, ഇതൊന്നും അറിയാണ്ട് നിങ്ങൾ പോയിട്ട് എക്സാം എഴുതരുത്. അപ്പൊ ഇതിന്റെ ഡെപ്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് ഓരോ ഇൻഡിവിജ്വലി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ വേൾഡ് ഹിസ്റ്ററി സിലബസ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വേറെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് സിലബസ് ആണ്. അതൊന്നും ഈ KS ഇത്രയും സിലബസ് ആണെന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. മെയിൻ ആയിട്ട് രണ്ട് പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 2 പേപ്പറിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വേൾഡ് വാർ എന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ നോക്കി 20-ൽ നടന്ന 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വേൾഡ് ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് ചോദിച്ചു. പിന്നെ ചോദിച്ചത് എന്താണ്, മാൻഡേറ്റ് സിസ്റ്റം ഇൻ വേൾഡ് വാർ 1-നെ കുറിച്ച് ചോദിച്ചു. ഏജ് ഓഫ് ഇമ്പീരിയലിസം സെക്കൻഡ് വേൾഡ് വാറിനെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ്, എന്താ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ്, സിലബസ് ആണ്. ക്യാപിറ്റലിസം കണ്ടില്ല സിലബസ്, ക്യാപിറ്റലിസവും ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റും. ഓക്കെ, അപ്പൊ അതിനെ റിലേറ്റ്, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും സിലബസ് സ്പെസിഫിക് ആണ്. അത് മറ്റു പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ 2 വേൾഡ് വാറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി 21-ലെ പേപ്പർ എടുത്ത് നോക്കിയേ, 3 വേൾഡ് വാറിന്റെ ക്വസ്റ്റ്യനും 3 വേൾഡ് വാറിന്റെ ക്വസ്റ്റ്യനും ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ട്രീറ്റി ഓഫ് വെർസൈൽസും സെക്കൻഡ് വേൾഡ് വാറിന് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ബാറ്റിൽ ഓഫ് ബ്രിട്ടനും സെക്കൻഡ് വേൾഡ് വാർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ലീഗ് ഓഫ് നേഷനും വേൾഡ് വാറും തമ്മിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ട് വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നവര് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും വേൾഡ് വാറുമാണ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കാൻ പാടുള്ളൂ. എല്ലാം സിലബസുകൾ എല്ലാം പഠിക്കണോട്ടോ, ഒരു സാധനം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് സ്വാഭാവികമായിട്ടും വേൾഡ് വാർ എന്ന് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ ഭയങ്കര വലിയ ടോപ്പിക് ആട്ടോ വേൾഡ് വാർ. പക്ഷെ വേൾഡ് വാർ നല്ല ഡെപ്തി പഠിച്ചോ, 5 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ധൈര്യത്തോട് പഠിച്ചോ. ഇനി കേരള കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളന്റെ സിലബസ്. ഇത്
കുറച്ച് വാസ്റ്റ് സിലബസ് ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ കൂടുതൽ വരുന്നതാണ്, നമുക്കിത് പഠിച്ചേ പറ്റൂ. അപ്പൊ ഇതിൽ അറ്റ്ലീസ്റ്റ് ഇതിൽ നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ എന്താണ് ആർട്ട് ഫോംസ്, കേരളത്തിലെ പല ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് കേരള സൊസൈറ്റി, കേരളത്തിന്റെ കേരള ട്രൈബൽ കൾച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 പ്രാവശ്യവും കേരള ട്രൈബൽ കൾച്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാം, കേരളത്തിൽ ട്രൈബൽ കൾച്ചറിനെ കുറിച്ച് എല്ലാം പഠിക്കണം, പക്ഷെ കേരള ട്രൈബൽ കൾച്ചറിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് പറയും കുട്ടികളോട്. ഓക്കെ, പിൽഗ്രിമേജ്, ടൂറിസ്റ്റ് പ്ലേസ്, ഫോക്ക് കൾച്ചർ, സിനിമ, തിയേറ്റർ, ആൻഡ് ഫൈനലി ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇതാണ് സിലബസിൽ പറയുന്നത്. ഒരുപാട് ഡെപ്ത് ഉള്ള ടോപ്പിക്സ് ആണ്. എങ്കിൽ കൂടിയും നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയയും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോർ ഏരിയസും നമ്മൾ പഠിക്കണം. അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആർട്ട് ഫോംസും എല്ലാ ഇമ്പോർട്ടൻ്റ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം നമ്മൾ, സ്കൾപ്ചർ എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. മുറാൽ പെയിന്റിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചന്തു മേനോൻസിന് ഇന്ദുലേഖയും അതെങ്ങനെ മലബാറിന്റെ സോഷ്യൽ ലൈഫിനെ എഫക്ട് ചെയ്തു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ട്രൈബൽ ഫോക്സ്, അവരുടെ മെഡിക്കൽ നോളേജ് അതിനെ കുറിച്ചിട്ടുള്ള അവരുടെ അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ചുള്ള ട്രൈബൽ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ കേരളത്തിന്റെ സ്ട്രക്ചറൽ ടെമ്പിൾസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ഫ്രം റോക്കട്ട് ടെമ്പിൾസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതൊരു ആർക്കിടെക്ചറൽ ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ട്രഡീഷണൽ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ ക്വസ്റ്റ്യൻ കേരളത്തിന്റെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കേരള കൾച്ചറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ കൾച്ചറൽ സ്റ്റഡി, ആർക്കിയോളജിക്കൽ സൈറ്റ്സ് കേരളത്തിന്റെ കൾച്ചറൽ സ്റ്റഡി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. തുള്ളലിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് 20-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 21-ൽ കുറച്ചും കൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അവര്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത്, പിന്നെ എങ്ങനെയാണ് റിലീജിയനും റിലീജിയൻ എങ്ങനെയാണ് കേരളത്തിന്റെ സോഷ്യൽ കൺസ്ട്രക്ഷനിൽ സ്വാധീനിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അഗെയിൻ ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് വീണ്ടും എത്തനോമെറ്റ്സിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കേരള മുസ്ലിം ഐക്യ സംഘത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ആർക്കിടെക്ചർ ഇൻ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളം കൾച്ചറൽ ഡൈവേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മലയാളം ലാംഗ്വേജും ഡോക്ടർ ഹെർമൻ കൊണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേരള കൾച്ചറിൽ നിന്ന്. അപ്പൊ വെയിറ്റേജ് കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചുമ്മാ ഞാൻ വെറുതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതാണ് കണ്ട. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ മാർക്സ് വന്നിട്ടുള്ളത് പേപ്പർ 1-ല് കേരള കൾച്ചറിൽ നിന്നാണ്. പക്ഷെ കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. പക്ഷെ ഇതേപോലത്തെ എല്ലാ മീൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ എന്ത് ചെയ്യും കേരള കൾച്ചറിൽ. എഗെയിൻ കുട്ടികൾ കണ്ടന്റ് കിട്ടാൻ, മെറ്റീരിയൽ കിട്ടാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് എന്ത് കേരള കൾച്ചറിന്റെ തന്നെ. ഇവിടെയൊക്കെ നമ്മൾ മെറ്റീരിയൽ റെഡിയാണ്, നിങ്ങൾ വായിക്കാനും ആൻസർ എഴുതാനും മാത്രം റെഡിയായി നിന്നാൽ മതി. സോ മെറ്റീരിയലിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണം, നിങ്ങൾ അത് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ് പേപ്പർ 1. പേപ്പർ 1 5 സബ്ജക്റ്റ് ഉണ്ട്. ഈ 5 സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഞാൻ ഓൾറെഡി വീണ്ടും പറയാണ്, PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി പേപ്പർ 2. പേപ്പർ 1-നെ അപേക്ഷിച്ച് ഹൈ സ്കോറിംഗ് ആണ് പേപ്പർ 2. എല്ലാ പേപ്പർ ഇപ്പോൾ ജനറലി ഞാൻ പറയും ഒരു പേപ്പർ 1-ൽ 45 മുതൽ 50 മാർക്ക് വരെ കിട്ടിയ നല്ല മാർക്കാണ്. പക്ഷെ പേപ്പർ 2-ൽ 55 മുതൽ 65 വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് അത്. കാരണം പോളിറ്റി കുറെയൊക്കെ സിലബസ് ഡയറക്റ്റ് ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ കേരള ഹിസ്റ്ററിയും കേരള കൾച്ചറും ഏൻഷ്യൻ മീഡിയയിലും പോലെ ഭയങ്കര ഒരുപാട് ഡെപ്ത് ഉള്ള സിലബസ് അല്ല, സ്പെസിഫിക് ആണ്. ഇതിപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പേപ്പർ 2 എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഒരു പേപ്പറിൽ 45 മാർക്ക് വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് എന്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു 20-ൽ നടന്ന പേപ്പറിൽ 45 മാർക്കും 21 നടന്ന പേപ്പറിൽ 55 മാർക്കും 100-ൽ 55 മാർക്കും വന്ന ഒരു ഏരിയ ആണ് എന്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ ദിവസവും 2 മണിക്കൂർ നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പഠിക്കണം. എന്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം. 2 മണിക്കൂർ ബുക്ക് ചെയ്തോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. ആ എല്ലാ ദിവസവും 1-2 മിനിമം ഒരു ആൻസർ എങ്കിലും ആ പഠിക്കുന്ന ഏരിയയിൽ നിന്നിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻസർ ഡെയിലി ഒരു 75 ദിവസം നിങ്ങൾ എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഇതില് ഈ 45 മാർക്ക് തന്നെ അടുത്ത വർഷം തീർച്ചയായും 45 മാർക്ക് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരും, അല്ലെങ്കിൽ ആ റീജിയനിൽ നിന്ന് വരും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 45-ൽ ഒരു 25 മാർക്ക് നിങ്ങൾക്ക്
ഉറപ്പ് 25, ഇവൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ അത്രയും ഗ്യാരണ്ടി ചെയ്തില്ല. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമുക്ക് ലക്ഷ്മികാന്തോ അല്ലെങ്കിൽ ഡി ഡി ബസോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് അറിയാം ആൻസർ കൃത്യമായിട്ട്. അത് പഠിച്ചങ്ങോട്ട് എഴുതിയാൽ മതി. ആ സിലബസ് നോക്കി നമുക്ക് അങ്ങോട്ട് പഠിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഭയങ്കര സ്കോറിംഗ് ആണ് മറ്റേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ് അങ്ങനെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. എന്നാലും പക്ഷെ സിലബസിൽ പറയുന്ന ടോപ്പിക്സ് നമുക്ക് പഠിച്ചേ പറ്റൂ. ഡീറ്റെയിൽ സിലബസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ ഇത് കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയും ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. കുറേയൊക്കെ നല്ല പൊളിറ്റി പോലെ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയും സ്കോറിംഗ് ആണ്. ഈവൻ എൻവയറമെന്റും സ്കോറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പേപ്പർ 2 നിങ്ങൾ ഏറ്റവും കൂടുതൽ, അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഡെയിലി നിങ്ങൾ 1 മണിക്കൂർ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കൊടുക്കണം. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 1 മണിക്കൂർ, നിങ്ങൾ 2 മണിക്കൂർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഡെയിലി കൊടുക്കണം. സയൻസ് ആൻഡ് ടെക്നോളജിക്കും ഒരു മണിക്കൂർ വെച്ച് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ബാക്കിയുള്ള സബ്ജക്റ്റിന് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് പേപ്പർ 2. ഇനി നമ്മൾ ഡെപ്തിൽ പോവുകയാണെങ്കിൽ ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ്. ഈ സിലബസിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സേലിയൻ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്. ഇതെന്ന് ഉദ്ദേശിക്കുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും ആട്ടോ. യൂണിയൻ എക്സിക്യൂട്ടീവിന്റെയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെയും ഫങ്ഷൻസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതിന് റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ സ്ട്രക്ചർ, ഫങ്ഷന്, പവർ, പ്രിവിലേജസ് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ആണ് എന്ത്, പാർലമെന്റ് പ്രിവിലേജസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ പ്രിവിലേജസ്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിവിലേജസ് എന്തൊക്കെയാണ്, ഈ മെമ്പറായിട്ടും അല്ലെങ്കിൽ മൊത്തമായിട്ടും ഹൗസായിട്ടും ഒക്കെ പ്രിവിലേജസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഫെഡറൽ സ്ട്രക്ചറിന്റെ ഇഷ്യൂസും ചലഞ്ചസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസിൽ പറയുന്നുണ്ട്. അത് നല്ല ഡെപ്തിലുള്ള ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിച്ചത് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡെവല്യൂഷൻ ഓഫ് പവറും ഫിനാൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, ഇലക്ഷൻ കമ്മീഷൻ, CAG പോലുള്ള നിങ്ങൾ പ്രിലിംസിന് പഠിച്ചതാണ് സിലബസ്. അപ്പോൾ അതേപോലെ, പക്ഷെ അത് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളത് അനുസരിച്ച് പഠിക്കുക. പഞ്ചായത്ത് രാജ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, റെഗുലേറ്ററി ബോഡീസ്, കോസ്റ്റ് ജുഡീഷ്യൽ ബോഡി. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് റെഗുലേറ്ററി ബോഡി എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് കോസ്റ്റ് ജുഡീഷ്യൽ ബോഡി എന്ന് അറിഞ്ഞിരിക്കണം, ഇവരുടെ ഫീച്ചേഴ്സ് എന്താണ്, ഇവരുടെ ഫംഗ്ഷൻ എന്താണ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഏതാണ്, ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്ററി ബോഡീസ് ഏതാണ്, ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് ജുഡീഷ്യൽ ബോഡീസ് ഏതാണെന്നൊക്കെ കുറിച്ചിട്ട് അറിയുക. മീൻസ് അപ്പോൾ നിങ്ങൾ തപ്പി നടക്കേണ്ട ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ റെഡിയാണ്. പ്രോപ്പർലി പഠിച്ചാൽ മാത്രം മതി. പിന്നെ ജുഡീഷ്യറി, അതായത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും. ലോവർ കോർട്സിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല. എന്നാലും ജനറലി ലോവർ കോർട്സിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഉണ്ടാവണം. ജുഡീഷ്യൽ റിവ്യൂ, PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ദെൻ എമർജൻസി പ്രൊവിഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സാധനമുണ്ട്, ലാൻഡ് റവന്യൂ ലോസ്. ഈ ലാൻഡ് റവന്യൂ ലോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പേപ്പറിലും ഉണ്ട്. അതായത് ലാൻഡ് ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേഷനിൽ പേപ്പർ 1 ലാൻഡ് റവന്യൂ 2 ലോസ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ 2 ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ 3 അപ്പൊ ലാൻഡ് റിഫോംസ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂട്ടീസ്, TPSP, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ നന്നായിട്ട് പഠിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പേപ്പർ 2 പേപ്പർ 3 അവർ കറണ്ട് ഇഷ്യൂസ് എടുത്ത് പറയുന്നുണ്ട്. പേപ്പർ 2 പേപ്പർ 3 അവർ കറണ്ട് ഇഷ്യൂസ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് ഇന്ത്യൻ പോളിറ്റിയുടെ KASന്റെ സിലബസ്. ഇന്ത്യൻ പോളിറ്റിയുടെ KASന്റെ സിലബസ്. ഇനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കോസ്റ്റ് ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എമർജൻസി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതെല്ലാം സിലബസിൽ നിന്നാണ്. പിന്നെ പ്രസിഡൻഷ്യൽ ഫോം ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ പ്രിവിലേജസിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗവർണറിനെ കുറിച്ചിട്ട്, അപ്പൊ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലാണ് ഗവർണറും സർക്കാർ കമ്മീഷൻ റെക്കമെൻഡേഷനെ കുറിച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A കുറിച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് 2020 നടന്ന ക്വസ്റ്റ്യൻ ആണ്.
21 നിന്ന് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ചോദിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെഫിനേഷൻ, ലെജിസ്ലേഷന്റെ ഫംഗ്ഷന്, ജുഡീഷ്യറിനെ കുറിച്ചുള്ള ക്വസ്റ്റന്, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, DPSPനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടി കുറിച്ചുള്ള ക്വസ്റ്റന്, പിന്നെ പവർ ഓഫ് ദി സ്റ്റേറ്റ് ടു ക്വസ്റ്റൻ യൂണിയൻ ലെജിസ്ലേഷൻ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ വരുന്നതാണ്. കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ചുള്ള ക്വസ്റ്റന്, ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചുള്ള ക്വസ്റ്റന്, സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ക്രിയേഷനെ കുറിച്ചുള്ള ക്വസ്റ്റന്, GST കുറിച്ച്, ടാക്സ് കൗൺസിലിനെ കുറിച്ചുള്ള കൗൺസിൽ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റൻ. ഇത് കുറച്ചും കൂടി ക്വസ്റ്റൻ ഞാൻ പറഞ്ഞ ക്വസ്റ്റൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു ഫെമിലിയാരിറ്റി, കാര്യം ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരെ ഏരിയാസ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക എന്താണ് സിലബസിനെ കണക്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഇതേ പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ ഗവേണൻസിലെ സിലബസ് എന്ന് പറയുന്നത് പബ്ലിക് പോളിസി ആൻഡ് ഗവേണൻസ്. അപ്പോൾ എന്താണ് പബ്ലിക് പോളിസി, എന്താണ് ഗവേണൻസ്, പബ്ലിക് പോളിസിയും ഗവേണൻസ് തമ്മിലുള്ള ബന്ധം എന്താണ്, എന്താണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതെങ്ങനെ ഗവേണൻസിനെ ബാധിക്കുന്നു, ഇതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഇതിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല, ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ ഗവേണൻസ് നിന്നിട്ട്, ഗുഡ് ഗവേണൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഗവേണൻസിന്റെ സിലബസും ചോദിച്ചിട്ടുള്ളത്. ഇതുവരെ 2 പേപ്പറിൽ നിന്നിട്ട് ആകെ ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. സോഷ്യൽ ജസ്റ്റിസ് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ ടോപ്പിക് ഹ്യൂമൻ റൈറ്റ്സ്, വുമൻ റൈറ്റ്സ്, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് റൈറ്റ്സ്, ചൈൽഡ് റൈറ്റ്സ്, പിന്നെ അത് അവരെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആക്ട്സ്, അതിന് റിലേറ്റഡ് ഉള്ള കറണ്ട് ഇഷ്യൂസ്. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിന് ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഓൺ ചൈൽഡും കൺവെൻഷൻ ഓൺ ചൈൽഡ് റൈറ്റും ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത്, ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ വുമൻ റൈറ്റ്സും വുമൻ കൺവെൻഷൻസും ഹ്യൂമൻ റൈറ്റ്സും അതർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട്സും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന്റെ റൈറ്റ്സും അവരുടെ ആക്ട്സും എല്ലാം നമ്മൾ അതിന്റെ കമ്മീഷൻസും എല്ലാം നമ്മൾ പഠിക്കണം. റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. അത്രയേ ഉള്ളൂ ഈ ഏരിയയിൽ നിന്ന് പഠിക്കാനുള്ള ഏരിയാസ് ഒക്കെ. ഇന്റർനാഷണൽ റിലേഷൻസിനും സിലബസ് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ആകെ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഇന്ത്യസ് ഫോറിൻ പോളിസീസ് എന്താണ്, അത് ഇവോൾവ് ചെയ്ത് എങ്ങനെയാണ്, അത് നെഹ്റുവിൻ പീരീഡ് മുതൽ ഇപ്പോഴത്തെ കറണ്ട് ഗവൺമെന്റിന്റെ ഫോറിൻ പോളിസീസ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കുക. സോ മേ ബി എഗെയിൻ 1-2 ക്വസ്റ്റ്യനെ ഇന്റർനാഷണൽ റിലേഷൻ അവർ ചോദിക്കുള്ളൂ, കാര്യം അത്രയും അതിന്റെ വെയിറ്റേജേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിന് ഇന്റർനാഷണൽ റിലേഷൻ അപ്പൊ അത്രയും സമയം കൊടുത്താൽ മതി. ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസിയെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോസ്റ്റ് ലൈൻ സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഔട്ട് ഓഫ് ദി സിലബസ് ക്വസ്റ്റ്യൻ, ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് ഔട്ട് ഓഫ് ദി സിലബസ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പൊ അതൊരു കോസ്റ്റൽ സെക്യൂരിറ്റിയും നമുക്ക് ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ട്, നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ കാരണം ഫോറിൻ പോളിസിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഇത് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യ സെക്യൂരിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് പോളിസി പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഇതാണ് ഇന്റർനാഷണൽ റിലേഷനിലെ സിലബസും ക്വസ്റ്റ്യനും. ദെൻ അനന്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഞാൻ പറഞ്ഞേ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സിലബസിൽ പറയുന്ന ഓരോ വേർഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി സിലബസ് എന്ന് പറയുന്നത് അവർ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചോദിച്ചിട്ടുണ്ട്, റെലവൻസ് ചോദിച്ചിട്ടുണ്ട്, നാഷണൽ പോളിസി ചോദിച്ചിട്ടുണ്ട്, ഇന്നോവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നോവേഷൻ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ സിലബസിൽ പറയുന്ന, അപ്പൊ ജസ്റ്റ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ, ഹെൽത്ത് കെയർ ഇൻ കേരള, അങ്ങനെ കമ്പയർ ചെയ്ത് വേണം നമ്മൾ പഠിക്കേണ്ടത്. കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയും കേരളമായിട്ട് വേണം കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓർഗനൈസേഷൻ. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒരു ഇതൊക്കെ ഒരു ഓരോ ഇമ്പോർട്ടൻറ്റ് സയന്റിസ്റ്റിനെ എടുത്തിട്ട് ഒരു 4-5 പോയിന്റ് പഠിച്ചാൽ മതി. പ്രോമിനന്റ് ആയിട്ട് ഒരു 10-15 പേരെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവരെ കുറിച്ചിട്ട് 5-6 പോയിന്റ് ജസ്റ്റ് നോട്ടീസ് മെറ്റീരിയൽ നിങ്ങൾക്ക് തരും, അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലുള്ള ബേസിക്സ്, നേച്ചർ, സ്കോപ്പ്, ഡേ ടു ഡേ ലൈഫിൽ ICTയും ഇൻഡസ്ട്രി ആയിട്ടുള്ള കണക്ഷൻ, ICT ഗവർണൻസും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ്, ഗവൺമെന്റ് സ്കീംസ്, ICT വെച്ചിട്ടുള്ള ഗവൺമെന്റ് സ്കീംസ്, ഗവർണൻസ് പ്രോഗ്രാംസ് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ വേർഡ് നെറ്റിക്വിറ്റ്സ്, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. എന്താണ് നെറ്റിക്വിറ്റ്? ഇന്റർനെറ്റും എറ്റിക്വിറ്റും തമ്മിലുള്ള ചേർന്നതാണ്. മീൻസ് ഹാവിങ് എ പ്രോപ്പർ എറ്റിക്വിറ്റ് വൈൽ യൂസിങ് ഇന്റർനെറ്റ്, അതാണ് നെറ്റിക്വിറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുക. സൈബർ സെക്യൂരിറ്റി, നാഷണൽ സൈബർ ക്രൈം പോളിസി,
MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിലേറ്റഡ് വിത്ത് ദാറ്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറെ ഇപ്പൊ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബെനിഫിറ്റ് എന്താണ്, ഇമ്പാക്ട് എന്താണ്? റോബോട്ടിക്സ്, ഇപ്പൊ റോബോട്ടിക്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് ICT എന്നുള്ള ക്വസ്റ്റ്യൻ. പിന്നെ സ്പേസും ഡിഫൻസും. സ്പേസിൽ സ്പെസിഫിക് ആയിട്ട് അവര് ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാം പറയുന്നുണ്ട്, ISRO പറയുന്നുണ്ട്, വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാം പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിച്ചിരിക്കുക. പിന്നെ DRDO കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ വിഷൻ മിഷൻ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് പഠിക്കുക. പിന്നെ എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി. അപ്പൊ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി, ഇന്ത്യയുടെ എനർജി നീഡ്സ്, എനർജി പോളിസി ഓഫ് ഇന്ത്യ, ന്യൂക്ലിയർ പോളിസി, എനർജി സെക്യൂരിറ്റി, ഇതൊക്കെയാണ് സിലബസിൽ പറയുന്നത്. പിന്നെ ബയോടെക്നോളജി പറയുന്നുണ്ട്, ഗ്രീൻ ടെക്നോളജി പറയുന്നുണ്ട്, നാനോ ടെക്നോളജി പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സ്, ഇതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്. ഇതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സിലബസ്. ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് സിലബസ് ലിങ്ക്ഡ് ആണ് ക്വസ്റ്റ്യൻസ് എല്ലാം. ഇന്നോവേഷനും ഇന്ത്യൻ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളുടെ ഇന്നോവേഷൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റിനെ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് DRDOയിൽ വരുന്നതാണ്. പിന്നെ ഇന്ത്യസ് റിന്യൂവബിൾ എനർജിയെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് സിലബസ് പുറത്തു പോകാണ്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റി പോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ISROന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, DRDOയുടെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് 2020 ചോദിച്ചിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ക്വസ്റ്റ്യൻസ്. അതേപോലെ 21 ഇൻഡസ്ട്രി 4.0 കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ എക്കണോമിയും ഡിജിറ്റൽ പേയ്മെന്റും അതിന് ഡിജിറ്റൽ സെക്യൂരിറ്റിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആയുഷ്, പബ്ലിക് ഹെൽത്ത്, ആയുഷുമായിട്ട് റിലേറ്റഡ്, ആയുഷും മോഡേൺ മെഡിസിനും തമ്മിൽ ഇതിനെ കുറിച്ചുള്ള കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് വേറെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫെമിലറൈസേഷൻ കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഹെൽത്ത് കെയർ സിസ്റ്റം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗവേണൻസ് തമ്മിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്പേസ് ബേസ്ഡ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സെൻഡിങ് ഹ്യൂമൻസ് ടു സ്പേസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യസ് ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മിഷൻ ശക്തിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ISROയുടെ GSAT പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ബയോടെക്നോളജി നിന്ന് ബയോ പാർക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ ടെക്നോളജിനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ് ഡിവൈറ്റ് ചെയ്യാണ്ടാണ് എന്താണ് അപ്പൊ ആ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് സിലബസിൽ പറയുന്ന ഓരോ ടേമിനെ കുറിച്ചിട്ടും ഒരു ബേസിക് ഐഡിയ ആദ്യം പഠിക്കുക. അത് ആദ്യത്തെ ഒരു 25 ഡേയ്സിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ടു ഹാവ് ആൻ ഓവറോൾ ഐഡിയ അബൌട്ട് ദി സിലബസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് 25 ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്തിൽ പോകും, ഓരോ സിലബസിൽ അങ്ങോട്ട് ഉള്ളിലോട്ട് അങ്ങോട്ട് പോകും. പിന്നെ തേർഡിൽ നമ്മൾ റിവിഷനും അല്ലാണ്ടുള്ള ഏരിയാസ് ഒക്കെ ഇന്റർലിങ്ക് ചെയ്ത് നമ്മൾ പഠിച്ചു പോകും. അങ്ങനെയാണ് ഈ ഫസ്റ്റ് 75 ഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. എൻവയോൺമെന്റൽ സയൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ കൺസേൺസ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് അറ്റ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ, ക്വസ്റ്റ്യൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, വെസ്റ്റേൺ ഗോഡ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. വെസ്റ്റേൺ ഗോഡ്സ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ഗോഡ്സ് എടുത്ത് നല്ല രീതിയിൽ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഇഷ്യൂസും പഠിച്ചിരിക്കണം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, എൻവയോൺമെന്റൽ ഹസാർഡ്സ്, ഗ്ലോബൽ വാർമിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പിന്നെ കറണ്ട് ഇഷ്യൂസ്. ഇതാണ് എൻവയോൺമെന്റിൽ നിന്നുള്ള നിങ്ങളുടെ സിലബസ്. എൻവയോൺമെന്റ് നിന്നുള്ള ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 13 ഇസ് റിലേറ്റഡ് വിത്ത്, അത് എൻവയോൺമെന്റും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെസ്റ്റേൺ ഗോഡ്സിനെ കുറിച്ചിട്ട് സ്കൈ ഐലൻഡ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ കെമിസ്ട്രിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് എക്സോൺ വാൽഡീസിന്റെ ഡിസാസ്റ്ററിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 21 ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലൈമറ്റ് സമ്മിറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോഹാനസ്ബർഗ് സമ്മിറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ ചേഞ്ച് ആയിട്ടുള്ള റീജിയണൽ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ റോൾ ഓഫ് NGO ഇൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാം സിലബസ് റിലേറ്റഡ് ആണ്. നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് എൻവയോൺമെന്റ് റിലേറ്റഡ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇതാണ് പാറ്റേൺ. സിമിലർ പാറ്റേണിൽ തന്നെ ആയിരിക്കും സിലബസിൽ നിന്ന് ഇതേപോലെയുള്ള കറണ്ട് അഫയേഴ്സും അല്ലാണ്ട് അല്ലെങ്കിൽ കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന 25 മെയിൻസിലും. അവർ ഇതേ പാറ്റേൺ ആയിരിക്കും. പാറ്റേൺ ഇത് തന്നെയായിരിക്കും, ഒരു മാറ്റം വേണ്ട. കാരണം സിലബസ് അവർ ഓൾറെഡി സിലബസിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും ഓൾമോസ്റ്റ് സിമിലർ തന്നെയായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് പഠിച്ച് പോയാൽ മതി. ലാസ്റ്റ് പേപ്പർ 3 എഗെയിൻ പേപ്പർ 2 പോലെ തന്നെ പേപ്പർ 3യും നിങ്ങൾക്ക് സ്കോറിംഗ് ആണ്. പഠിക്കുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലും കുറെ പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഇന്ത്യൻ എക്കണോമി ആണെങ്കിലും കേരള എക്കണോമി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും
അപ്പോൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ കൺസെപ്റ്റ്സ് ഉണ്ട് ഇവിടെ ഈ പേപ്പറിൽ ഒരുപാട് ഇപ്പൊ എക്കണോമിന്റെ കുറെ കൺസെപ്റ്റ്സ് പഠിക്കേണ്ടി വരും, ജോഗ്രഫീന്റെ കുറെ കൺസെപ്റ്റ്സ് പഠിക്കേണ്ടി വരും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കൺസെപ്റ്റൽ പ്രോബ്ലംസ് ഈ ആൻസർ ചെയ്യുന്നതിൽ കൺസെപ്റ്റൽ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആൻസറിങ്ങിന്റെ ഇടയിൽ ആ ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് കൺസെപ്റ്റ് ഡൗട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പഠിക്കാനുള്ള റെഫറൻസ് മെറ്റീരിയൽ തരും, അതിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വെയിറ്റേജ് നോക്കിയേ പേപ്പർ 3 ഇന്ത്യൻ എക്കണോമി. ഞാൻ ഇന്ത്യൻ എക്കണോമിനെയും കേരള എക്കണോമിനെയും നമ്മൾ ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ മാർക്സ് കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ കണക്ട് ചെയ്ത് വേണം ഇന്ത്യൻ എക്കണോമിയും കേരള എക്കണോമിയും പഠിക്കാൻ. ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ പേപ്പർ 3 65 മാർക്കാണ് എക്കണോമിക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ സിലബസിൽ കേരള എക്കണോമി എന്ന് പറയുന്നില്ല, എക്കണോമി ആൻഡ് പ്ലാനിംഗ് എന്നാണ് ഹെഡിങ് പറയുന്നത്. അതിൽ 9 മൊഡ്യൂൾസിൽ 2 മൊഡ്യൂൾ കേരള എക്കണോമിയും ബാക്കി 7 മൊഡ്യൂൾസ് ഇന്ത്യൻ എക്കണോമിയാണ്. അപ്പൊ ആ 9 മൊഡ്യൂൾസ് നിന്ന് 65 മാർക്കാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കേസ് മെയിൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ഒരു സംശയവും വേണ്ട എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി 2 മണിക്കൂർ ഒരു 2 മണിക്കൂർ ഇന്ത്യൻ എക്കണോമിക്കും ഈവൻ 1 മണിക്കൂർ കേരള എക്കണോമിക്കും നിങ്ങൾ കൊടുത്തേ പറ്റൂ. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കേണ്ടത്. അത് കൺസെപ്റ്റ് ആദ്യം പഠിക്കുക, പിന്നെ ആൻസർ എഴുതി കൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോവുക. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ജോഗ്രഫി നിന്ന് 2 വർഷവും 2 പേപ്പറിലും 35 മാർക്കാണ് ജോഗ്രഫിക്ക് വന്നിട്ടുള്ളത്. 25 മാർക്കിന് കേരള എക്കണോമിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 40 മാർക്കിന് ഇന്ത്യൻ എക്കണോമിയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സിലബസും ക്വസ്റ്റ്യൻസും കാണാം. ഇന്ത്യൻ എക്കണോമിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ പോസ്റ്റ് റിഫോം പീരിയഡ്, അതായത് 1991ലാണ് നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നത്. അപ്പോൾ പോസ്റ്റ് റിഫോം പീരിയഡ്, പിന്നെ ന്യൂ എക്കണോമിക് റിഫോംസ്, അതായത് 91 ശേഷമുള്ള റിഫോംസ്, നീതി ആയോഗ്, പിന്നെ കൺസെപ്റ്റ്സ് ആണ് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറൽ കോമ്പോസിഷൻ, അത് എല്ലാം കൺസെപ്റ്റ് ആണ്. GDP നാഷണൽ ഇൻകമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പിന്നെ ഡെവലപ്മെന്റ്, അതിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർ 5-year പ്ലാൻ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ അഗ്രികൾച്ചറൽ സെക്ടറിനെ കുറിച്ചിട്ടുള്ളത്, അതിൽ ലാൻഡ് റിഫോംസ് പറയുന്നുണ്ട്, മേജർ ക്രോപ്പിംഗ് പാറ്റേൺ പറയുന്നുണ്ട്, ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ പറയുന്നുണ്ട്, ഇറിഗേഷൻ പറയുന്നുണ്ട്, അഗ്രികൾച്ചറൽ പ്രൈസിങ്, അതായത് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ വരുന്നത് അഗ്രികൾച്ചർ പ്രൈസിങ്ങിലാണ്, അഗ്രികൾച്ചർ ഫിനാൻസ് പോളിസി ആൻഡ് മാർക്കറ്റിംഗ്, ഫുഡ് സെക്യൂരിറ്റി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഗ്രീൻ റെവല്യൂഷൻ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഓർഗാനിക് ഫാമിംഗ്. ഇതാണ് അഗ്രികൾച്ചർ സെക്ടറിന്റെ സിലബസ്. ഇത് ഇതിനൊക്കെ ഒരു കോംപ്രിഹെൻസീവ് മെറ്റീരിയൽ അവൈലബിൾ ആണ്, അത് പഠിക്കുക, പിന്നെ ആൻസർ ചെയ്ത. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇൻഡസ്ട്രിയൽ സെക്ടർ, പബ്ലിക് എന്റർപ്രൈസസ്, അവരുടെ പെർഫോമൻസ്, ഇൻഡസ്ട്രിയലൈസേഷന്റെ ഗ്രോത്ത് പാറ്റേൺ, ഇൻഡസ്ട്രിയൽ പോളിസിയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഏരിയാസ് അതൊക്കെയാണ്. പിന്നെ സ്മോൾ സ്കെയിൽ സെക്ടർ, പ്രൊഡക്ടിവിറ്റി, ഇൻഡസ്ട്രിയൽ സെക്ടർ, സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇ-കോമേഴ്സ്, എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ ഓൺ എക്കണോമി, അത് 91 ശേഷമുള്ളതാണത്. അതാണ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളത്. അപ്പോൾ അഗ്രികൾച്ചർ ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, പിന്നെ ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ട്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അതിന്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും ചോദിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ എടുത്ത് പറയുന്നുണ്ട്. ഇത് ഇന്ത്യൻ എക്കണോമിയാണ് കേട്ടോ. അപ്പോൾ വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, എനർജി ആൻഡ് പവർ, സയൻസ് ആൻഡ് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ അല്ലാണ്ടുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എടുത്ത് പറയുന്നുണ്ട്. പോർട്ട്, റോഡ്സ്, എയർപോർട്ട്സ്, റെയിൽവേസ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഡാംസ്, ഇൻലാൻഡ്സ് വാട്ടർവേസ് എക്സെട്ര. ഇതിന്റെ എല്ലാത്തിനെയും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ബേസിക് ആയിട്ടുള്ള ഇതിന്റെയൊക്കെ ഇമ്പോർട്ടന്റ് ഗവൺമെന്റ് സ്കീംസ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് സ്കീംസ് ഒക്കെ പഠിക്കണം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇത് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ്. സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്, ഡയറക്ട്ലി വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്താണ് സോഷ്യൽ. അപ്പൊ ഇതിനെ കണക്ട് ചെയ്തിട്ട് വേറൊരു ഇമ്പാക്ട് അസസ്മെന്റ് ഉണ്ട്, സിലബസിൽ പറയുന്നില്ല, എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അപ്പൊ നമ്മൾ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് പഠിക്കുമ്പോൾ എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് കൂടി പഠിക്കണം. കാരണം എൻവയറമെന്റ് നിങ്ങളുടെ സിലബസിൽ ഉള്ളതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഏരിയ ആണുള്ളത്. അതിൽ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ, പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, റൂറൽ അർബൻ മൈഗ്രേഷൻ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസിൽ പറയുന്നുണ്ട്. പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, പോവർട്ടി ഇൻഇക്വാളിറ്റി പറയുന്നുണ്ട്. കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, അൺഎംപ്ലോയ്മെന്റ് കൺസെപ്റ്റ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഒക്കെ അറിഞ്ഞിരിക്കുക, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ് അറിഞ്ഞിരിക്കാം, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം എന്താണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, എന്താണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, അതിന്റെ ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, നാഷണൽ ഹാപ്പിനെസ്, ഇതെല്ലാം ഇതിന്റെ ഇൻഡെക്സും ഇതിന്റെ കൺസെപ്റ്റ്സും ഇതിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടും അറിഞ്ഞിരിക്കുക. ലേറ്റസ്റ്റ് ഡാറ്റയാണ് നമ്മൾ വെച്ചിട്ട് വേണം, നമ്മൾ ലേറ്റസ്റ്റ് റിപ്പോർട്ടും ഡാറ്റ വെച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്,
നമ്മൾ ഇത് പഠിക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കേണ്ടത്. ഇതാണ് പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ടോപ്പിക്. പിന്നെ പബ്ലിക് ഫിനാൻസ്, ഗവൺമെന്റ് ബഡ്ജറ്റിംഗ്, ഇന്ത്യൻ പബ്ലിക് ഫിനാൻസിനെ കുറിച്ചിട്ടാണ് അവർ എടുത്തു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ് പഠിക്കുമ്പോൾ കേരള എക്കണോമിയിൽ കേരള പബ്ലിക് ഫിനാൻസും പഠിക്കണം. അപ്പോൾ നമ്മൾ അത് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ടാക്സ് സിസ്റ്റം, പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പഠിക്കുമ്പോൾ കേരള ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ പഠിക്കും. പബ്ലിക് ഡെപ്റ്റ് കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും നമ്മൾ കമ്പയർ ചെയ്തായിരിക്കും പഠിക്കുക. സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻസ്, ഇതൊരു പോളിറ്റി ടോപ്പിക് ആണ്, പക്ഷെ ഇത് ഇന്ത്യൻ എക്കണോമിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, അതിന് ഇന്ത്യൻ ബാങ്കിങ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, GST സിലബസിൽ പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഉറപ്പായിട്ടും GST നിന്ന് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റൻ എന്തായാലും വരും. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ മാർക്കറ്റ്, ഇതാണ് പബ്ലിക് ഫിനാൻസിനുള്ള സിലബസ്. പിന്നെ ഫോറിൻ ട്രേഡ്, ഫോറിൻ ട്രേഡിന്റെ കൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇവിടെ സിലബസിൽ പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് പറയുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് കൺസെപ്റ്റ്, കറണ്ട് അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് എന്താണ്, അപ്പോൾ കൺസെപ്റ്റ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്, അതിന്റെ കോമ്പോസിഷൻ, സ്ട്രക്ചർ, ഡയറക്ഷൻ എല്ലാം അറിഞ്ഞിരിക്കുക. പിന്നെ BOP, പോസ്റ്റ് റിഫോം പീരീഡ് എന്ന് വെച്ചാൽ 1991 ശേഷമുള്ള പീരീഡ്. ഇതിൽ നിന്നുള്ള ഇതെല്ലാമാണ് ഈ 7 മൊഡ്യൂളാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സും അറിഞ്ഞിരിക്കുക. അപ്പൊ പേപ്പർ 2ലും പേപ്പർ 3ലും ആണ് സിലബസിൽ കറണ്ട് ഇഷ്യൂസ് പഠിക്കാൻ പറയുന്നത്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുക. ഇങ്ങനെ ഇതാണ് ഇന്ത്യൻ എക്കണോമിയിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ്. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, എല്ലാ കൺസെപ്റ്റും അല്ലെങ്കിൽ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ അവർ ചോദിച്ചിട്ടുള്ളൂ. പോവർട്ടിയിൽ നിന്ന് വിക്കസ് സർക്കിൾ ഓഫ് പോവർട്ടിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിനെ കമ്പയർ ചെയ്തിട്ട് വിർച്വൽ സൈക്കിൾ ഓഫ് ഗ്രോത്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫുഡ് സെക്യൂരിറ്റി ചലഞ്ചസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗവും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നോവേഷനിൽ നിന്ന് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ഒക്കെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ ഡയറക്ട്ലി സിലബസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ഇന്ത്യൻ ബാങ്കിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 21 40 മാർക്ക് ക്വസ്റ്റ്യൻ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിന്റെ കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഫുഡ് സെക്യൂരിറ്റി, രണ്ട് സ്ഥലത്തും ഫുഡ് സെക്യൂരിറ്റി ചോദിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗ്, GDP റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. നാഷണൽ ഇൻകം ഇത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇൻഫ്രാസ്ട്രക്ചർ എസ്പെഷ്യലി ഇൻ ബാങ്കിങ് ആൻഡ് ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഇൻഫ്രാസ്ട്രക്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഏരിയാസ് ഇതുപോലെ പഠിക്കാം. ബഡ്ജറ്റിൽ നിന്ന് ജനറൽ ബഡ്ജറ്റ് കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. GST കൗൺസിലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഫോറിൻ ട്രേഡിൽ നിന്ന് ഫോറിൻ ട്രേഡ് പോളിസിയെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ ലിബറലൈസേഷൻ ആ ടോപ്പിക്കിൽ നിന്നിട്ട് ഗ്ലോബലൈസിങ് വേൾഡിൽ കീ ഇഷ്യൂസിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എക്കണോമിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനത്തെ പാറ്റേൺ അനുസരിച്ച് സിലബസ് കണക്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ട് നമുക്ക് സിലബസ് കവർ ചെയ്ത് ഇതേ പാറ്റേണിൽ പഠിച്ച് ആൻസർ ചെയ്ത് പഠിച്ച് പോയി കഴിഞ്ഞാൽ എക്കണോമിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് പഠിച്ച് സിലബസ് പഠിച്ച് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമി ഈസ് ഓൾസോ സ്കോറിങ്. ഇതാണ് കേരള എക്കണോമിന്റെ സിലബസ്. അവരൊരു പറയുന്നുണ്ട് കേരള എക്കണോമിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ. അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷൻ പഠിക്കുമ്പോൾ കേരള പോപ്പുലേഷൻ പഠിക്കണം. ഇന്ത്യൻ അഗ്രികൾച്ചർ പഠിക്കുമ്പോൾ കേരള അഗ്രികൾച്ചർ പഠിക്കണം. ഇന്ത്യൻ ഇൻഡസ്ട്രി പഠിക്കുമ്പോൾ കേരള ഇൻഡസ്ട്രി പഠിക്കണം. ഇന്ത്യയിലെ സർവീസ് സെക്ടർ പഠിക്കുമ്പോൾ കേരള സർവീസ് സെക്ടറെ കുറിച്ച് കമ്പയറിൽ പഠിക്കാം. ഇൻഫ്രാസ്ട്രക്ചർ അവിടെ പഠിക്കും, ഇവിടെയും പഠിക്കുക. അങ്ങനെ കമ്പയർ ചെയ്ത് വേണം ഇത് പഠിച്ചു പോകേണ്ടത്. പിന്നെ കോപ്പറേറ്റ്, കേരളത്തിന്റെ കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ചിട്ട് സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ കേരള കോപ്പറേറ്റീവ് സെക്ടറിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. കേരളത്തിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ട് പഠിക്കണം. IT സെക്ടറിനെ കുറിച്ച് പഠിക്കണം. പ്രവാസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇഷ്യൂസ് പഠിക്കണം. ഫോറിൻ റെമിറ്റൻസിനെ കുറിച്ചിട്ടുള്ള അതിന്റെ അഡ്വാൻറ്റേജസും അതിന്റെ റിലേറ്റഡ് ഇഷ്യൂസും പഠിക്കണം. പിന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക്കാണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ലാൻഡ് റിഫോംസ് വരുന്നുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി വരുന്നുണ്ട്, ഡെവല്യൂഷൻ ഓഫ് പവർ വരുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് വരുന്നുണ്ട്, ഹൗസിംഗ്, ടൂറിസം, വുമൻ എംപവർമെന്റ്, സോഷ്യൽ വെൽഫെയർ സ്കീം. ഈ ബോൾഡ് ആക്കിയിട്ടുള്ളതെല്ലാം മോർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആട്ടോ. അതാണ് ബോൾഡ് ആക്കിയിട്ടുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കേരള പ്ലാനിംഗ് ബോർഡ്, അച്ചീവ്മെന്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ ആൻഡ് റിലേറ്റഡ് പോളിസീസ് എക്സെട്ര, കറണ്ട് ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ദ ഗിവൻ ടോപ്പിക്. ഇതാണ് കേരള എക്കണോമിയുടെ ടോപ്പിക്. അപ്പോൾ കേരള എക്കണോമി ടോപ്പിക്കിൽ നിന്ന് ആണ് ഈ ടോപ്പിക്കിൽ നിന്നാണ് 25 മാർക്ക് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് എല്ലാം സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഹൗസിംഗ് നിന്നിട്ട് ഹൗസിംഗ് സ്കീം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലാൻഡ് റിഫോംസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഫിസ്ക്കൽ ഡീസെൻട്രലൈസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റ് പ്രോബ്ലംസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ നിന്ന് അമർത്യ സെന്നിന്റെ ഒരു കമന്റ് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സർവീസ് സെക്ടറിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് 20ൽ ചോദിച്ച ക്വസ്റ്റ്യൻ.
21-ല് കേരള എക്കണോമിയും ഇന്ത്യയുടെ GDP തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു പെർ ക്യാപിറ്റ ഇൻകം കൺസെപ്റ്റും ഡാറ്റയും വെച്ചിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് ഹെൽപ്ഫുൾ ആണ് ഇനി ഫ്യൂച്ചറിൽ പഠിക്കാൻ നേരത്ത്. കേരള കിഫ്ബിനെ കുറിച്ചുള്ള കറണ്ട് അഫെയർ ആണ് അത്. ആ സമയത്ത് കിഫ്ബി റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കേരള എക്കണോമി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും പഠിക്കണം. കിഫ്ബി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിക്കണം. അഗ്രികൾച്ചറിൽ നിന്നിട്ട് പ്രൊഡക്ഷൻ ഓഫ് റൈസിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് കേരളത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പ്രവാസിയിൽ നിന്ന് റിട്ടേൺ ഇമിഗ്രേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡെവല്യൂഷൻ ഓഫ് പവറിൽ നിന്ന് ISO സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷനിൽ നിന്ന് ലിറ്ററസി റേറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പോപ്പുലേഷൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ തന്നെ ഒരു ഏകദേശം നിങ്ങൾക്ക് ഒരു കേരള എക്കണോമിനെ കുറിച്ചുള്ള ആൻസർ ചെയ്യാനുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഇത് പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ. ഓക്കെ, ആൻഡ് ഫൈനലി ജോഗ്രഫി. ജോഗ്രഫിയും ഈ പറയുന്ന പോലെ തന്നെ സിലബസ് സ്പെസിഫിക് ആണ്, കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ജനറൽ ജോഗ്രഫിയിൽ നിന്നുള്ള ടോപ്പിക് സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് എർത്ത്, കൺസെപ്റ്റ് ഓഫ് ടൈം, സീസൺ, ഇന്റൽ സ്ട്രക്ചർ, എർത്തിന്റെ ഇന്റൽ സ്ട്രക്ചർ, മേജർ ലാൻഡ് ഫോംസ്, അവരുടെ ഫീച്ചർ, അറ്റ്മോസ്ഫിയർ, സ്ട്രക്ചർ കമ്പോസിഷൻ, പിന്നെ ക്ലൈമറ്റ്, എയർ മാസ് ഫ്രണ്ട്സ്, അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്, പിന്നെ ഓഷ്യൻസ്, അവരുടെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്, മെറൈനും കോണ്ടിനെന്റൽ റിസോഴ്സും. അപ്പം ജനറൽ ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റൻ ഉണ്ട്. പിന്നെ ഫിസിക്കൽ സോഷ്യൽ എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ, വേൾഡ് ആൻഡ് കേരള കമ്പയർ ചെയ്തിട്ട്. അപ്പൊ കേരള ജോഗ്രഫി അങ്ങനെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല കേട്ടോ. എന്നാലും ജനറൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ചോദിച്ചിട്ടില്ലെന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കേണ്ട. പിന്നെ ജിയോ ഫിസിക്കൽ ഫിനോമിന, ഈ എർത്ത് ക്വേക്ക്, സുനാമി, വോൾക്കനോ, സൈക്ലോൺ, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്. അറ്റ്ലീസ്റ്റ് സിലബസിൽ പറയുന്ന ഈ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ജോഗ്രഫിക്ക് 11th 12th NCERT നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ കോച്ചിങ് ലിയോങ്ങും ഒന്ന് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോഗ്രഫി നമുക്ക് അപ്പോൾ ഒരു ദിവസം ഒരു ഡെയിലി ഒരു 1-1.5 മണിക്കൂർ നിങ്ങൾക്ക് ജോഗ്രഫിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെയിലി ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോഗ്രഫിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈന് കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, റിംഗ് ഓഫ് ഫയറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, എർത്ത് ക്വേക്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, ഹോട്ട് ട്രോപ്പിക്കൽ ഡെസേർട്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, ഇന്റർമൗണ്ടൻ വാലിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, റെയിൻഫോൾ ഇൻ ഇന്ത്യയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, ഹിമാലയം ക്ലൈമറ്റ് ഓഫ് ഇന്ത്യയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, ലാറ്റിറ്റ്യൂഡിനൽ ഹീറ്റ് ബാലൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം കൺസെപ്റ്റ് റിലേറ്റഡ് ആണ്. അപ്പൊ ഈ പറയുന്ന ഈ മെറ്റീരിയൽ റെഫർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എർത്ത് മൂൺ സിസ്റ്റം, സ്ലം ബ്ലോക്സ്, സബ്റ്ററൈൻ കട്ട് ഓഫ്, സബർബൻ ഡെവലപ്മെന്റ്, ഗൾഫ് സ്ട്രീം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്. ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർട്ടിക് സീയിലെ ഓയിൽ റിക്കവറി ആയിട്ട്, എക്സ്ട്രാ ട്രോപ്പിക്കൽ ഹറിക്കെയിൻ, ആഗ്രോ ക്ലൈമാറ്റിക് റീജിയൻസ്, ജോഗ്രഫിക്കൽ കൾച്ചറൽ നെയിംസ്. സോ ഇത് ഞാൻ പറഞ്ഞ ജോഗ്രഫിയിലെ ബേസിക് മെറ്റീരിയൽ ഞാൻ ഈ പറഞ്ഞ കോച്ചിങ് ലിയോങ്ങും അതേപോലെ തന്നെ 11th 12th NCERT കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോഗ്രഫിന്റെ ഓൾമോസ്റ്റ് മേജർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് 35 മാർക്കിനുള്ളത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് എന്താ ഞാൻ പറയുന്നത്, നിങ്ങളുടെ സിലബസും ഇതുവരെയുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. നൗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, നമ്മുടെ സ്ട്രാറ്റജി നമ്മുടെ ഈ മെന്റർഷിപ്പിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡെയിലി നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരു 12 അവേഴ്സ് നിങ്ങൾ കൊടുക്കണം. 12 അവേഴ്സ് എങ്ങനെ അതിനൊരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ സബ്ജക്ട് ഫാക്ടിനെസ് വരാണ്ട് നമ്മൾ 2 മണിക്കൂർ എക്കണോമിക്ക് കൊടുക്കുക, 1 മണിക്കൂർ കേരള എക്കണോമിക്ക് കൊടുക്കുക, 1 മണിക്കൂർ ജോഗ്രഫിക്ക് കൊടുക്കുക, അതേപോലെ തന്നെ പൊളിറ്റിക്ക് 2 മണിക്കൂർ കൊടുക്കുക, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 1 മണിക്കൂർ കൊടുക്കുക, എൻവയറമെന്റ് ഒരു ഹാഫ് ആൻ അവർ കൊടുക്കുക, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ ഏതൊരു ടോപ്പിക്കിന് ഒരു ഹാഫ് ആൻ അവർ കൊടുക്കുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കേരള ഹിസ്റ്ററിയും ഒരു ദിവസം കേരള ഹിസ്റ്ററിക്ക് 1.5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കേരള കൾച്ചർ 1.5 മണിക്കൂർ പഠിക്കുക. അപ്പോൾ 1.5 മണിക്കൂർ കേരള ഹിസ്റ്ററി കേരള കൾച്ചറിന് കൊടുക്കുക. 1.5 മണിക്കൂർ ഏൻഷ്യന്റും മിഡീവലും മോഡേണും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അതും പഠിച്ചു പോവുക. വേൾഡ് ഹിസ്റ്ററിക്ക് ഡെയിലി ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇത് അവേഴ്സ് നമ്മൾ കൊടുക്കുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ആൻസർ റൈറ്റിംഗ് ഉൾപ്പെടെ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം ഇത്രയും ടോപ്പിക്സ്. അപ്പൊ ഇവിടെ നമ്മുടെ മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് നാളെ ഇപ്പൊ നാളെ നമ്മുടെ മെന്റർഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് എപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2-3 ദിവസം നിങ്ങൾക്ക് മെന്റർഷിപ്പ് പ്രോഗ്രാം
ഫീൽ ചെയ്ത് നോക്കാം, എന്നിട്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇറ്റ്സ് അപ്പോൺ യു. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ശേഷമേ. ഈവൻ ഞാനും ഒരു 25 to 30 സ്റ്റുഡൻസിന് മേലെ ഞാൻ മെന്റർഷിപ്പ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല, അതിനുള്ള എനിക്ക് സമയവുമില്ല. അപ്പോ അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പ്രോഗ്രാമിനെ ഇപ്പൊ ബേസിക്കലി എൻ്റെ ഈ പ്രോഗ്രാം ഇസ് എയിംഡ് അറ്റ് വൺ. എൻ്റെ ഈ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് നിങ്ങൾ പാസ്സാവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഞാൻ മെന്റർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെന്റർഷിപ്പ് ചെയ്യുന്ന കുട്ടികളും പാസ്സാവണം എന്നുള്ള രീതിയിൽ അത്രയും സ്മാർട്ടായിട്ടും ഇന്റലിജന്റ് ആയിട്ടും ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ്. അത് നിങ്ങൾക്ക് ഒരു 2 ദിവസം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. കാര്യം എന്താണ്, സ്റ്റഡി മെറ്റീരിയൽ വേണ്ടി നിങ്ങൾ എവിടെ ഓടണ്ട. സ്റ്റഡി മെറ്റീരിയൽ വിൽ ബി പ്രൊവൈഡഡ് ടു യു. We will give you daily topic, the material and the question. നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്ന മെറ്റീരിയൽ വായിച്ച് ആ തന്ന ക്വസ്റ്റൻ എഴുതി ഡെയിലി സബ്മിറ്റ് ചെയ്യുക. അന്ന് രാത്രി തന്നെ വിതിൻ നിങ്ങളുടെ കംഫർട്ടബിൾ നിങ്ങൾ ഫോൺ സൈലന്റ് ആക്കി ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അതിൽ കിട്ടും. നിങ്ങൾക്ക് പേഴ്സണലി മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ 75 days കൊണ്ടിട്ട് എൻറ്റയർ സിലബസ് വിത്ത് ഇതിൽ റിട്ടേൺ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും, ആൻസർ റൈറ്റിംഗ് ചെയ്തിരിക്കും. ലാസ്റ്റ് 15 days നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇതെല്ലാം ഇൻഡിവിജ്വൽ നോട്ട്ബുക്ക്, ഇതിനെല്ലാത്തിനും നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ നോട്ട്ബുക്ക് വെക്കേണ്ടി വരും. തരുന്ന നോട്ടെല്ലാം ആൻസേഴ്സ് എല്ലാം എഴുതേണ്ടത്. ഇപ്പോൾ കേരള ഹിസ്റ്ററിക്കും കേരള കൾച്ചറിനും ഒരു നോട്ട്ബുക്ക് വേണം, പൊളിറ്റിക്ക് ഒരു നോട്ട്ബുക്ക്, ഇന്ത്യൻ എക്കണോമിക്ക് കേരള എക്കണോമിക്ക് ഒരു നോട്ട്ബുക്ക്, അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ നോട്ട്ബുക്ക് നിങ്ങൾ എഴുതിയ ആ നോട്ട്ബുക്ക് മാത്രം ലാസ്റ്റ് 15 days റിവൈസ് ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയിൽ ഓരോ ഇപ്പോൾ കേരള എക്കണോമി തീരുമ്പോൾ ഈ സെക്ഷൻ വൈസ് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് കേരള എക്കണോമി തീർന്നു കഴിഞ്ഞാൽ കേരള എക്കണോമിയുടെ ഒരു ടെസ്റ്റ് ഉണ്ടാവും, ഇന്ത്യൻ എക്കണോമി തീർന്നാൽ ഇന്ത്യൻ എക്കണോമിയുടെ ടെസ്റ്റ് ഉണ്ടാവും, പോളിറ്റി തീർന്നാൽ പോളിറ്റി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഫുൾ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ എക്സാം മീൻസ് 26 ക്വസ്റ്റ്യൻസ് ഉള്ള പേപ്പർ 1-ന്റെ പേപ്പർ 3-ന്റെ ക്വസ്റ്റ്യൻസ്, പേപ്പർ 2-ന്റെ 28 ക്വസ്റ്റ്യൻസ് ഉള്ള അതേ പാറ്റേണിൽ കേരള PSC നടത്തുന്ന അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും നമ്മൾ നടത്തുന്നത്. എല്ലാ ടെസ്റ്റ് സീരീസിന്റെയും എല്ലാ ടെസ്റ്റിന്റെയും ഡീറ്റെയിൽ ആൻസർ കീ എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ഫീഡ്ബാക്ക് തന്നാൽ നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാണ് ആൻസർ ചെയ്തത്, നിങ്ങളുടെ ഷോർട്ട് കമ്മിങ്സ് ഉൾപ്പെടെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും മോഡൽ ആൻസർ കീ നിങ്ങൾക്ക് അന്നന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിൽ അത് അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ ലാസ്റ്റ് 15 days നിങ്ങൾ റിവൈസ് ചെയ്തത് വേറൊരു മെറ്റീരിയൽ അല്ല, നിങ്ങൾ ഉണ്ടാക്കിയ മെറ്റീരിയൽ ആയിരിക്കും. സോ ദിസ് ഇസ് അവർ കോഴ്സ് ഇസ് ഡിസൈൻ ടു ബി. ഇപ്പൊ ഞാൻ നിങ്ങൾ ഓൾറെഡി ഒരു കാര്യം പറയാം, സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രം ഈ മെന്റർഷിപ്പ് പ്രോഗ്രാം ജോയിൻ ചെയ്താൽ മതി. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള, പാസ്സാവണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് മാത്രം ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. സോ ദിസ് ഇസ് വാട്ട് വി ഇന്റൻഡഡ് ടു ഡു. ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഈ മെന്റർഷിപ്പ് എടുക്കുന്ന എല്ലാവരും, അത് സ്ട്രീം 1-ലായിക്കോട്ടെ 2-ലായിക്കോട്ടെ 3-ലായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സ്ട്രീം 1 ആരും സ്ട്രീം 2 ആരും എയിം ചെയ്യേണ്ടത് 300-ൽ 150 മാർക്ക്, സ്ട്രീം 150+ മാർക്ക്. സ്ട്രീം 3-കാരും 120+ മാർക്ക് അല്ലെങ്കിൽ 125+ മാർക്സ്. അങ്ങനെ വന്നാൽ അത് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ വന്നാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. നിങ്ങളെ ആരെയും പിടിച്ചു നിർത്താൻ പറ്റില്ല. പിന്നെ നിങ്ങൾ സെൽഫ് ഡൗട്ട് ഉണ്ടാകരുത് നിങ്ങളെ കഴിവിനെ കുറിച്ചിട്ട്. ഹാർഡ് വർക്ക് ചെയ്യാൻ, നിങ്ങൾ റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് പേടിയുള്ളവരുണ്ടാവും, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ആദ്യത്തെ ഒരു 5 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയുടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഇതേ പ്രോബ്ലം പറഞ്ഞ കുട്ടികളൊക്കെ ഇപ്പൊ നല്ല ആൻസേഴ്സ് എഴുതുന്നുണ്ട്. സോ അതൊന്നും ഇവിടെ പ്രോബ്ലം അല്ല. വേണ്ടത് എന്താണ്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ്. കറക്റ്റ്ലി തരുന്ന ഫീഡ്ബാക്ക്, ഇപ്പോൾ ഒരു മോശം ആൻസർ എഴുതിയാൽ തന്നെ ഫീഡ്ബാക്ക് തരുമ്പോൾ ആ ഫീഡ്ബാക്ക് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ നമ്പർ, എൻ്റെ അതൊന്ന് നോട്ട് ചെയ്ത്, എൻ്റെ സെക്കൻഡ് നമ്പർ ആ 8891206456 എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറാണ്. ആദ്യം കോൾ ചെയ്യണതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടൈം തരാം. ആ ടൈമിൽ കാര്യം എനിക്കും ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം തരുമ്പോൾ ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ടൈം അപ്പോയിൻമെന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി സംസാരിക്കാം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. വി വിൽ മീറ്റ് ദാറ്റ്. ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഐ തിങ്ക് ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഐ വിൽ ഫോളോ ഇറ്റ് അപ്പ്. സോ ഹോപ്പ്ഫുള്ളി ഈ സെഷൻ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുണ്ടെങ്കിലും
ഫീഡ്ബാക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അറിയിക്കുക. ഇതിൻ്റെ സെഷൻ എങ്ങനെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മെന്റർഷിപ്പ് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആട്ടോ. നമ്മളൊരു ജനറൽ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഓരോ സ്റ്റുഡൻസിനും ഓരോ രീതിയിലായിരിക്കും മെന്റർഷിപ്പ് തരിക. കാരണം പലർക്കും പല സ്ട്രെങ്ത്തും വീക്ക്നെസ് ഉണ്ടാവും. ചിലർ ചില സബ്ജക്റ്റിൽ സ്ട്രോങ് ആയിരിക്കും, ചിലർ ചില സബ്ജക്റ്റിൽ വീക്ക് ആയിരിക്കും. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരിക. അതാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പിന്റെ ഈ പ്രത്യേകത. സോ ദാറ്റ്സ് ദി പ്ലാൻ വി ആർ ഹാവിംഗ് ടുവേർഡ്സ് ദിസ് പ്രോഗ്രാം. ഹോപ്പ്ഫുള്ളി യു ക്യാൻ കോൺടാക്ട് മീ ഓൺ മൈ നമ്പർ. അപ്പോൾ ആർക്കെങ്കിലും എനിക്ക് തോന്നുന്നു ആരും കമൻറ്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് വി ക്യാൻ എൻ്റെ നമ്പറിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് യു പ്ലീസ് ഇഫ് എനിബഡി ഹു ആർ ഹാവിംഗ് ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ ഇൻ മൈ വാട്സപ്പ് നമ്പർ. ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചാറ്റ് ഒന്ന്. യെസ്, ട്രിവാൻഡ്രത്ത് ഓഫ്ലൈൻ അവൈലബിൾ ആണ്. റിസൾട്ട് വരാൻ ഏകദേശം ഒരു 1 വീക്ക് 2 വീക്ക് വരെ പിടിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് നോക്കിയിട്ട് ഫീസ് ഓഫീസായിട്ട് കണ്ടക്ട് ചെയ്താൽ മതി. ഇത് 5,000 ആണ് ഇപ്പോൾ കോഴ്സ് ഫീ. അത് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതി. PPT ഷെയർ ചെയ്യാം, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. PPT ബാക്കി എന്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു കട്ട് ഓഫ് മാർക്ക് നമ്മൾ ഒരു നിങ്ങൾ സ്ട്രീം 1 ആണെന്നുണ്ടെങ്കിൽ ഒരു 85 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡൗട്ടും വെക്കണ്ട, പഠിച്ചു തുടങ്ങിക്കോ. 85 to 90 ആണെന്നുണ്ടെങ്കിൽ. അതിലത്തെ സ്ട്രീം 2 ആണെങ്കിൽ 65+ ഉണ്ടെങ്കിൽ സ്ട്രീം 2കാരും 50+ ഉണ്ടെങ്കിൽ സ്ട്രീം 3കാരും പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾ സമയം കളയുന്നത് നിങ്ങൾ ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോൾ ഇതുവരെ കമന്റ് വന്ന എല്ലാത്തിൻ്റെയും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻ കേസ് ആരുടെയെങ്കിലും ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ സെഷൻ ഞാനിപ്പോൾ എൻഡ് ചെയ്യിക്കുകയാണ്. സോ വിൽ സീ ഇറ്റ്.